മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. സ്വാമിയേ ശരണമയ്യപ്പ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. വളരെ പാവനമായിട്ടുള്ള ഒരു കാലമാണെന്നാണ് പറയാം ഈ കർക്കിടക മാസം. അപ്പം ഈ സമയത്ത് എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ള അധ്യാത്മ രാമായണം ധാരാളം പാരായണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എഴുത്തച്ഛൻ്റെ കൃതികൾ രാമായണം മാത്രമല്ല വേറെയും ഒരുപാടുണ്ട്. വളരെയധികം മലയാളികളെ അനുഗ്രഹിച്ചിട്ടുള്ളൊരു മഹാത്മാവാണ് എഴുത്തച്ഛൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നമ്മളൊരു പേരൊക്കെ കൊടുത്തിട്ടുണ്ട്. മലയാള ഒരു സ്ഥാനമുണ്ട്, മലയാള ഭാഷയുടെ പിതാവാണ്. നമ്മളെ സംബന്ധിച്ച് ഭാഗവതത്തിലൊക്കെ വ്യക്തമായിട്ട് പറയും, ക്ഷേമം ന വിന്ദന്തി വിനായകാശ്രയം. സമാധാനമായിട്ട് ഇരിക്കണോ? ആശ്രയിച്ചോളൂ. ആരെ ആശ്രയിക്കണം? ഭഗവാനെ ആശ്രയിക്കണം. അപ്പം ആ ഭഗവാനെ ആശ്രയിക്കാൻ ഓടിച്ചെന്നിട്ട് ആശ്രയിക്കാൻ പറ്റുമോ? അതിന് ചില വഴികളുണ്ട്. ആ വഴികൾ നമ്മളെ സംബന്ധിച്ച് ഒരുപാടുണ്ട്, ഒന്നല്ല ഉള്ളത്, പല പല വഴികളാണ്. അപ്പം ആ ഭഗവാനെ എങ്ങനെയൊക്കെ പറഞ്ഞാലും തീരില്ല, എത്രയൊക്കെ പറഞ്ഞാലും തീരില്ല. അങ്ങനെയുള്ള ഒരു ഭഗവാനെയാണ് നമുക്ക് ആശ്രയിക്കേണ്ടത്. അപ്പോൾ അത് ആശ്രയിക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ ഋഷീശ്വരന്മാർ പറഞ്ഞു. ആ പറഞ്ഞത് വേദങ്ങളിലൂടെയാണ്. ഈ വേദങ്ങളിലൂടെ ഭഗവാനെ ആശ്രയിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം പറഞ്ഞ വേദങ്ങളിലൂടെ എന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞപ്പോൾ വേദവ്യാസ മഹർഷിയാണ് അത് പറഞ്ഞത്. അപ്പോൾ വേദങ്ങളുടെ ഒരു സ്വഭാവം നേരിട്ടാണ് പറയുക, ഡയറക്റ്റാണ്, ഓർഡറാണെന്നാണ് പറയുക, ആജ്ഞകളാണ് വേദങ്ങളിൽ. അവിടെ പറഞ്ഞു സത്യം വദ, ധർമ്മം ചര. സർക്കാർ ഓർഡർ ഇറക്കണ പോലെ ഓർഡറായിട്ടാണ് ഉണ്ടായത്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേദവ്യാസ മഹർഷിക്ക് മനസ്സിലായി ഇത് കാര്യമായിട്ട് ആരും ശ്രദ്ധിക്കുന്നില്ല, സാധാരണക്കാർക്ക് ഇത് മനസ്സിലാവുന്നില്ല. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ലോകത്തിനെ എങ്ങനെയൊക്കെ അനുഗ്രഹിച്ചാലും പോരാന്ന് വിചാരിക്കുന്ന ആളാണ് ഈ വേദവ്യാസ മഹർഷി. അപ്പോൾ അദ്ദേഹം അടുത്ത പരിപാടി തുടങ്ങി. ഇതിങ്ങനെ പറഞ്ഞാൽ പോരാ, സാധാരണക്കാർക്കും സ്ത്രീകൾക്കും മനസ്സിലാക്കത്തക്ക രീതിയിൽ കുറച്ച് കഥകളിലൂടെ പറയാം എന്ന് കരുതി. അങ്ങനെ രണ്ടാമത് വന്നതാണ് ഇതിഹാസ പുരാണങ്ങൾ. പക്ഷെ അവിടെ ചെറിയൊരു വ്യത്യാസം വന്നു. വേദത്തിൽ ഡയറക്റ്റായിട്ട് സത്യം വധ എന്ന് പറഞ്ഞാൽ, സത്യം വധ എന്ന് പറഞ്ഞാൽ സത്യം പറയണം, ധർമ്മം ചര, ധർമ്മം പറഞ്ഞാൽ പോരാ, എന്ത് വേണം? കയ്യിലിരിപ്പായിട്ട് മാറ്റവും വേണം. അല്ലേ, പറയാൻ നല്ല എളുപ്പമാണ്. അങ്ങനെ പറഞ്ഞത് ഇതിഹാസ പുരാണങ്ങളായപ്പോഴേക്കും കുറച്ച് കൂട്ടിച്ചേർത്തു, കഥകളിലൂടെ പറഞ്ഞു. അവിടെ സത്യം വധ എന്ന് പറഞ്ഞത് സത്യം മാത്രം പറഞ്ഞ് ജീവിച്ച ആളുകളുടെ ജീവിത ചരിത്രത്തിലൂടെ, ജീവിത വിജയത്തിൻ്റെ കഥകളിലൂടെ, മുഴുവൻ കഥകളല്ല, യാഥാർത്ഥ്യങ്ങളുണ്ട്, അതിലൂടെ പറഞ്ഞു. അതുപോലെ തന്നെ ധാർമ്മികമായിട്ട് പ്രവർത്തിക്കാത്ത, ചിന്തിക്കാതെ പ്രവർത്തിച്ചുകൊണ്ട് നശിച്ചു പോയിട്ടുള്ള ആളുകളിലൂടെ പറഞ്ഞു. നമ്മുടെ പ്രധാനപ്പെട്ട രണ്ട് ഇതിഹാസം നമുക്കുള്ളത് ഏതൊക്കെയാണ്? രാമായണവും മഹാഭാരതവും. അപ്പൊ ഇതിഹാസ പുരാണാനം വേദം സമുപബൃംഹയെന്ന പറഞ്ഞിട്ടുള്ളത്. ഇതിഹാസ പുരാണങ്ങളിലൂടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? വേദം തന്നെയാണ്. പക്ഷെ അത് സാധാരണക്കാരന് മനസ്സിലാവാൻ വേണ്ടി സംഭവങ്ങളിലൂടെയും കൂട്ടിച്ചേർക്കലുകളിലൂടെയും പറഞ്ഞു. ഇതിഹാസ പുരാണങ്ങളായപ്പോഴേക്കും ഭാവന നല്ലോണം വന്നു. മുടിഞ്ഞുപോയ ചിലരെ കുറിച്ചൊക്കെ പറയുമ്പോൾ അവരുടെ നാക്കിനൊക്കെ നീട്ടം കൂട്ടി, തലകളുടെയൊക്കെ എണ്ണം വർദ്ധിപ്പിച്ചു. അങ്ങനെ ഒരാളില്ലേ? നമുക്ക് തലയൊക്കെ എണ്ണം കൂടിയ ഒരാളില്ലേ? ആരാ? രാവണൻ. അങ്ങനെ ആവരുത്.
അല്ലേ? എന്താ പറഞ്ഞത്? എന്താ അദ്ദേഹത്തിന് എന്താ തലയൊക്കെ അധികം എന്താ പറഞ്ഞ? എന്താ ആർക്കെങ്കിലും ഉണ്ടാവും 10 തലയൊക്കെ? എന്താ സംഭവം? അത്രയ്ക്ക് മുഖമുണ്ട് അദ്ദേഹത്തിന്. അത്രയ്ക്ക് മുഖമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ? അത്രയ്ക്ക് സ്വഭാവ സവിശേഷതകളുണ്ട്. ഇതിഹാസ പുരാണങ്ങളിൽ ഒന്നും തന്നെ പുറത്തുനിന്ന് ആരെയും കൊണ്ടുവന്നിട്ടില്ല. അതിലെ കഥാപാത്രങ്ങളായിട്ട് പറഞ്ഞിട്ടുള്ള എല്ലാവരും നമ്മൾ തന്നെയാണ്. നമ്മുടെ നേർക്ക് പിടിച്ച കണ്ണാടിയാണ്. ഈ അടുത്ത കാലത്ത് ഒരു സാഹിത്യകാരൻ പറഞ്ഞിട്ട് ഒരു കൃതിയെക്കുറിച്ച്, കാലത്തിന് നേർക്ക് പിടിച്ച കണ്ണാടിയാണ് എൻ്റെ കൃതി എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയായിരിക്കും. ആ കാലത്തിന് ഇത് നമ്മുടെ നേർക്ക് പിടിച്ച കണ്ണാടിയാണ് രാവണൻ. നമ്മുടെ നേർക്ക് പിടിച്ച കണ്ണാടി നമ്മൾ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സഹോദരൻ. ആരാ? ഒരാളുണ്ടല്ലോ. എന്താ? ഒരാളല്ല, ഒന്നിലധികം ആൾക്കാരുണ്ട് അല്ലേ? ഒരാളുടെ പേര് വിഭീഷണൻ, അടുത്ത ആളുടെ പേരെന്താ? കുംഭകർണൻ. ഇതൊക്കെ നമ്മൾ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി വലിയ ബുദ്ധിയൊന്നും ചിലവാക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ രാവണന് ഒരുപാട് തലയുണ്ട്, ഒരുപാട് സ്വഭാവം ഉണ്ടെന്ന് അർത്ഥം, ഒരുപാട് മുഖങ്ങളുണ്ട്. നമ്മൾ പറയാറില്ലേ, എനിക്ക് ഇവിടെ അമ്പലത്തിലൊക്കെ വന്ന് തൊഴുകുമ്പോൾ ഇങ്ങനെയല്ല കേട്ടോ, എനിക്ക് വേറൊരു മുഖമുണ്ട് അല്ലേ? 10 റുപ്യ കടം കൊടുത്തതുകൊണ്ട് തിരിച്ചു കിട്ടാതെ കിട്ടുമ്പോഴേ എന്താ നമ്മൾ പറയുക? എനിക്ക് വേറൊരു മുഖമുണ്ട് അല്ലേ? ഇവിടെ വരുമ്പോൾ ഉള്ളതല്ല. ഇവിടെ വരുമ്പോൾ എന്താ? വിനയത്തോട് കൂടിയിട്ട് ഭഗവാനെ രക്ഷിക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയാലെന്താ? അവിടെയുള്ളവർ നമ്മൾ ചീത്ത പറഞ്ഞാൽ കേൾക്കും. അപ്പോൾ അവർ ചീത്ത പറയും ചിലപ്പോൾ അല്ലേ? മുഖം മാറി. ഓഫീസിൽ ചെന്നാലോ മേലുദ്യോഗസ്ഥനെ കണ്ടാലോ സാർ അല്ലേ? അവർ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല. അപ്പം എന്തായി? വിനയത്തിൻ്റെ മറ്റൊരു മുഖം വന്നു. പിന്നെ ഓരോ സ്ഥലത്ത് പോയാൽ, പലചരക്കടയിൽ പോയാലും എന്താണോ മുഖം? അല്ല. സ്വഭാവം എന്താണോ? അല്ല. അങ്ങനെയാണെങ്കിൽ രാവണനെക്കാട്ടിലും മുഖമുള്ള ആൾക്കാർ ആരാ? നമ്മൾ. സഹോദരനൊരു പേര് പറഞ്ഞു, കുംഭകർണൻ. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താ? 6 മാസം ഓർമ്മത്ര. പേരിന്റെ അർത്ഥം എന്താ? കുംഭം കുടം, കർണം ചെവി. മറ്റുള്ളവന്റെ കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടി ചെവി വട്ടം പിടിച്ചിട്ട് കുടം പോലെ പിടിച്ച്. ഇനി അദ്ദേഹത്തിന്റെ സ്വഭാവം എന്താ? 6 മാസം ഉറങ്ങും. ഒരു ദിവസത്തിൽ എത്ര സമയമാണ്? 24 മണിക്കൂറാണ് അല്ലേ? നമ്മളിലേക്ക് വരിക. നമ്മൾ എത്ര സമയം ഉറങ്ങും? രാത്രി നമ്മൾ ഉറങ്ങല്ലേ? പകുതി സമയം നമ്മൾ എന്താ ചെയ്യുന്നത്? ഉറങ്ങണം. 12 മണിക്കൂർ ഒരു ദിവസത്തിൽ നമ്മൾ ഉറങ്ങി അല്ലേ? സപ്താഹമൊക്കെ കേൾക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ പകലും ഉറങ്ങും. അവിടെ ചെന്നാലും തന്നെയല്ലേ പണി. അപ്പം എന്താ ഉണ്ടാവുക? ഒരു ദിവസം പകുതി സമയം ഉറങ്ങി. അങ്ങനെയാണെങ്കിൽ ഒരു മാസത്തിൽ 15 ദിവസം ഉറങ്ങി. അങ്ങനെയാണെങ്കിൽ ഒരു വർഷത്തിൻ്റെ പകുതി എത്ര? 6 മാസം. അപ്പോൾ ആരാ 6 മാസം ഉറങ്ങുന്ന ആള്? നമ്മളുടെ വിഷയം രാമായണമല്ല, ആ രാമായണത്തിലധികം പോകുന്നില്ല. അപ്പം എന്തായാലും ഇതിഹാസ പുരാണങ്ങളിൽ വന്ന് പറഞ്ഞപ്പോൾ എന്തായി? കവിഭാവന, അത് അവർക്ക് പറ്റും. പോയറ്റിക് ഫ്രീഡം എന്നാണ് അതിന് പറയുക. അവർക്ക് അതിനുള്ള പുതിയ വാക്കുകൾ പ്രയോഗിക്കാം. സാഹിത്യകാരന്മാരൊക്കെ അടുത്ത കാലത്ത് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ട്. പുള്ളിക്കേട്ട ടാസ്കി എന്നാണ് പറയുന്നത്. ഒരു സിനിമയിൽ കേട്ട എന്താ നമുക്കറിയാം, പറഞ്ഞാൽ എന്താണ്? ടാക്സി ആണെന്നുള്ളത്. അയാൾ എഴുതി വന്നപ്പോൾ എന്തായി? അപ്പം എന്തായാലും അപ്പം ഇവിടെ അങ്ങനെ ഇതിഹാസ പുരാണങ്ങൾ രചിക്കപ്പെട്ടു. രാമായണം, മഹാഭാരതം. അങ്ങനെ ഇതിഹാസ പുരാണങ്ങൾ രചിക്കപ്പെട്ടപ്പോൾ അത് നമ്മുടെ ഭാഷയിൽ വേണമെന്നായി എഴുത്തച്ഛൻ. അപ്പം എന്ത് ചെയ്തു? നമ്മുടെ ഭാഷയിൽ കിളി പാടുന്ന രീതിയിൽ രാമായണത്തിനെ നമുക്ക് കൊണ്ടുവന്ന് തന്നു. അതാണ് അധ്യാത്മ രാമായണം കിളിപ്പാട്ട്. അത് വാൽമീകി രാമായണത്തിൻ്റെ ബേസ് ചെയ്തിട്ടല്ല അത് എഴുതിയിട്ടുള്ളത്. ബ്രഹ്മാണ്ഡ പുരാണത്തിലുള്ള വേദവ്യാസ മഹർഷി എഴുതിയിട്ടുള്ള അധ്യാത്മ രാമായണത്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിന്ന് വായിക്കുന്ന ഈ കിളിപ്പാട്ട് രൂപത്തിലുള്ള അധ്യാത്മ രാമായണം. അതൊക്കെ രാമായണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ചുരുക്കത്തിൽ രാമായണം എഴുതിയ നമുക്ക് ലഭ്യമായ രീതിയിൽ നമുക്കായിട്ട് മലയാളത്തിൽ കിളി പാടുന്ന രീതിയിൽ സിമ്പിളായിട്ട് പറഞ്ഞു തന്നത് എഴുത്തച്ഛൻ. എഴുത്തച്ഛന് പിന്നെയും തോന്നുകയാണ് അനുഗ്രഹിച്ച് പോരാ. അപ്പം എന്ത് ചെയ്തു? കാവ്യങ്ങളിലേക്ക് കടന്നു, കീർത്തനങ്ങളിലേക്ക് കടന്നു. അങ്ങനെ ഒരുപാട് കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട് എഴുത്തച്ഛൻ. അതിൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾക്ക് എന്തേ വേണ്ടു? ഭഗവാനെ ആശ്രയിക്കണം. അതിനുള്ള വഴി എന്താ? ഭഗവാനെ കുറിച്ച് അറിയുക. ആശ്രയിച്ചിട്ടില്ലെങ്കിൽ എന്താണ് കുഴപ്പം എന്നുള്ളത് നമ്മളോട് പറഞ്ഞു തരിക. എങ്ങനെ ആശ്രയിക്കാം എന്നുള്ളത് പറഞ്ഞു തരിക. സാധാരണ രീതിയിൽ ഭഗവാനെ ആശ്രയിക്കാനുള്ള വഴികൾ നമ്മുടെ ശാസ്ത്രപ്രകാരം 3 ഉള്ളൂ. അതിൻ്റെ ഉപവഴികളാണ് ബാക്കിയുള്ളതൊക്കെ. അത് കർമ്മം, ജ്ഞാനം, ഭക്തി. ഇതിനെ യോഗം കൂട്ടിയിട്ടാണ് പറയുക. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം. ഇതൊക്കെ നമ്മുടെ സപ്താഹ സമയങ്ങളിൽ പല പ്രാവശ്യം പല രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. അപ്പം എങ്കിലും ഒന്നുകൂടി ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം അതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ളത് ഏതാ? ഭക്തിയോഗമാണ്.
ജ്ഞാനയോഗം എന്ന് പറഞ്ഞാൽ എന്താ? ഉപനിഷത്തൊക്കെ പഠിക്കുക, എല്ലാം ഭഗവാനാണെന്ന് മനസ്സിലാക്കിയിട്ട് ഭഗവാനെ അറിഞ്ഞിട്ട് ജ്ഞാനത്തിലൂടെ, ജ്ഞാനഗമ്യ എന്നൊക്കെ സഹസ്രനാമത്തിൽ കേട്ടിട്ടുണ്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടല്ല, എളുപ്പമാണ്. പക്ഷെ നമ്മൾക്ക് സാധാരണക്കാരന് എളുപ്പം സാധിച്ചൊന്നും വരില്ല. അപ്പോൾ അടുത്ത വഴി എന്താ? കർമ്മയോഗം. അതിൻ്റെ അടുത്ത വഴി എന്താ? ഭക്തിയോഗം. ഈ ഭക്തിയോഗത്തിൽ ഏറ്റവും എളുപ്പം എന്താ? ശ്രവണം, കീർത്തനം. ഇത് തന്നെയാണ് എളുപ്പം. കേൾക്കുക, പാടുക, അങ്ങനെയൊക്കെ കീർത്തന രൂപത്തിലേക്ക് വന്നു. ഇങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഒഴുക്ക്. ആദ്യം ഏതാ? വേദം, പിന്നെ ഇതിഹാസ പുരാണം, പിന്നീട് ഇത് എഴുതിയ ആൾക്കാർക്ക് തന്നെ തോന്നുകയാണ് ലോകത്തിനെ അനുഗ്രഹിച്ചത് പോരാ. വേദവ്യാസ മഹർഷിക്ക് എത്ര മഹാഭാരതം എഴുതി കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ലോകത്തിനെ നോക്കി അദ്ദേഹം ഒരു നിലവിളിയുണ്ട്. ഊർധ്വഭാഗു വിരൗമേഷ നചകശ്ചി ശൃണോതിമേ ധർമാദർത്ഥശ്ച കാമശ്ച സധർമ്മ കിന്ന സേവ്യതേ. ഞാൻ എത്രയായി പറയണ ആളുകൾ. ഊർധ്വഭാഗൂർ വിരൗമേഷ, രണ്ട് കൈകളും, ബാക്കു പറഞ്ഞ കൈ ഉയർത്തി പിടിച്ചു എത്രയായി പറയുന്നു. ധർമാദർത്ഥശ്ച കാമശ്ച, നിങ്ങൾക്ക് പൈസ കിട്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടത്താൻ പറ്റും. ധർമ്മത്തിലേക്ക് വരൂ, ധർമ്മത്തിനെ ആചരിക്കൂ, ഇതൊക്കെ കിട്ടുന്ന ഞാൻ എത്രയായി പറയുന്നു. എന്നാ ജഗശ്ചേ ശൃണോതി, എന്നെ ആരും കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിലപിക്കുന്ന, അതുപോലെ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും പിന്നെയും എഴുത്തച്ഛന് തോന്നുകയാണ് ഇത് കുറച്ചും കൂടി സിമ്പിളായിട്ട് കാവ്യമായിട്ട് നമുക്ക് തരണം, കീർത്തനമായിട്ട് നമുക്ക് തരണം എന്ന് തോന്നുകയാണ് ആ ഭഗവാനെ കുറിച്ചുള്ള കാര്യങ്ങൾ. അങ്ങനെ അതിനു വേണ്ടിയിട്ട് എഴുത്തച്ഛൻ രചിച്ചിട്ടുള്ള അതിമഹത്തായിട്ടുള്ള ഒരു കീർത്തനമാണ് നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന, ഇപ്പം നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന എന്താ പേര്? ഹരി നാമ കീർത്തനം. ആരാ എഴുതിയത്? എഴുത്തച്ഛൻ. എഴുത്തച്ഛൻ ഇത് മാത്രമൊന്നുമല്ല, വേറെയും കീർത്തനങ്ങളുണ്ട്. അപ്പൊ ഈ കീർത്തനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഇത് 66 ശ്ലോകങ്ങളുണ്ട്. എത്രണ്ണാണ്? 66. 66 ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കണ്ട. ഇത് ഓർമ്മിക്കാനൊരു എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് ഇതിലൊരു ടെക്നിക്ക് ചെയ്തിട്ടുണ്ട് എഴുത്തച്ഛൻ. അക്ഷരമാലാക്രമത്തിലാണ്. ചില കീർത്തനങ്ങൾ അങ്ങനെയാണ്, ഒരു ക്രമം ഉണ്ടാവുക. ചെറിയ ചെറിയ നമ്മൾ ചെല്ലുന്ന ഭജനകൾക്കൊക്കെ, പല ഭജനകൾക്കും അങ്ങനെ ഒരു ക്രമമുണ്ട്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ചൊല്ലിയിരുന്ന എന്ന് പറയാം അല്ലേ, ചൊല്ലിയിരുന്ന നരനായി ഇങ്ങനെ കേട്ടിട്ടില്ല, അതിനൊരു ക്രമമുണ്ട്. എന്താണ് ക്രമം? നമശിവായ. നമശിവായയ്ക്ക് നാക്ക് നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ, മാക്ക് മരണകാലത്തെ ഭയത്തെ ചിന്തിച്ച ശിവശിവ. അപ്പോൾ അങ്ങനെ ഒരു ക്രമമാണ്. എന്തിനെങ്ങനെ ഈ ക്രമം? ഓർമ്മിക്കാൻ എളുപ്പത്തിനാണ്. അതുപോലെ ഈ നമ്മുടെ ഹരിനാമ കീർത്തനത്തിനും ഒരു ക്രമമുണ്ട്. അതിൻ്റെ ക്രമം എന്താ? അക്ഷരമാലാക്രമമാണ്. മലയാളത്തിൽ 51 അക്ഷരങ്ങളാണ്. ആ 51 അക്ഷരങ്ങൾക്ക് ഒരു ശ്ലോകം. ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു ശ്ലോകം, ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു ശ്ലോകം, ഈ എന്ന അക്ഷരത്തിൽ ഈ, അങ്ങനെ 51 അക്ഷരം. പിന്നെ എങ്ങനെ 66 വന്ന്? അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ 4 ശ്ലോകങ്ങൾ ഗുരുവിനെ, ആചാര്യനെ വന്ദിക്കണം. പിന്നെ അവസാനത്തെ ശ്ലോകങ്ങൾ ഉപസംഹാര ശ്ലോകങ്ങളാണ്. അപ്പോഴും തികയില്ല അല്ലേ, പിന്നെയും കുറച്ചും കൂടി ഉണ്ട്. അതിൽ ആദ്യത്തെ ഗുരുവിനെയൊക്കെ വന്ദിക്കുന്ന ശ്ലോകങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ഒരു ക്രമമുണ്ട്. ഹരിശ്രീ ഗണപതയെ നമ. ആ ക്രമത്തിലാണ് ആദ്യം തുടങ്ങുന്നത്. നമ്മൾ എഴുത്തിനിരുത്തൊക്കെ തുടങ്ങുക എങ്ങനെയാണ്? ഏതാ എഴുതുക? ഹരിശ്രീ ഗണപതയെ നമ എന്നാണ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് ശാസ്ത്രീയമായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഹരിശ്രീ ഗണപതയെ നമ എന്ന് പറഞ്ഞാൽ അതെന്താ? അതിൽ 51 അക്ഷരം വരുന്ന പറയുക. സംഖ്യകളെ കൊണ്ട്, സംഖ്യകളുമായി ബന്ധപ്പെട്ടിട്ട്, അക്ഷരങ്ങളെ സംഖ്യകളുമായി ബന്ധപ്പെടുത്തിയിട്ട് ഒരു കണക്കിട്ട് നമുക്ക് ഒരു ശാസ്ത്രമുണ്ട്. ഓരോ അക്ഷരത്തിനും ഓരോ വിലയായിട്ടാണ് പറയുക. ഇപ്പോൾ ആ, അതിനൊരു മൂല്യമുണ്ട്. കായുടെ മൂല്യം 1 അടുത്തത് 2. അങ്ങനെ 9 എണ്ണം ക ഖ ഗ ഖ ങ 5 ച ച, അങ്ങനെ അവസാനത്തുമ്പോഴേക്കും വീണ്ടും 0. പിന്നെ കജട തപ അല്ലേ, അങ്ങനെ ഓരോന്ന്. അതുപോലെ യ, അങ്ങനെ 5 9 എണ്ണം, 9 എണ്ണത്തിന് ഓരോരോ നമ്പർ കൊടുക്കും. 1 2 3 4. അങ്ങനെ ഒരു നമ്പർ ക്രമമുണ്ട്. നമ്മളിപ്പോൾ അത്രയൊന്നും ശാസ്ത്രീയമായിട്ടൊന്നും നമ്മളിപ്പോൾ പഠിക്കണത് നല്ലതാണ്, അറിഞ്ഞിരിക്കണത് നല്ലതാണ്. പക്ഷെ നമുക്ക് സമയം കുറവാണ്. നമുക്ക് അതിലേറെയൊക്കെ ഉപരി നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ശ്ലോകങ്ങളിലേക്ക് പോകാം. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ടായി. നാമകീർത്തനത്തിനെ കുറിച്ച്
ഒന്നല്ല, ഒരു ദിവസം മൊത്തം പറഞ്ഞാലും അതിൻ്റെ ആ ഒരു ഘടനയെക്കുറിച്ച് പറഞ്ഞാൽ തീരില്ല. അങ്ങനെ ഹരിശ്രീ ഗണപതയെ നമ, ആ അക്ഷരക്രമത്തിൽ ശ്ലോകങ്ങൾ. അങ്ങനെ 9 ശ്ലോകങ്ങളാണ് വരിക. ഹരി ഒന്നിച്ചിട്ടാണ്. പിന്നെ ശ്രീ ഗ ന പ ത യേ ന മ 9 ശ്ലോകങ്ങൾ. ഹരിക്ക് 1, പിന്നെ 8 എണ്ണം, അങ്ങനെ 9 ശ്ലോകങ്ങൾ. ആദ്യത്തെ 4 ശ്ലോകങ്ങൾ ഗുരുവന്ദനമാണ്, ഗുരുവിനെ നമസ്കരിക്കണം. ആദ്യത്തെ 2-3 ശ്ലോകങ്ങൾ ശരിക്കും നല്ല വേദാന്തപരമായിട്ടുള്ള അദ്വൈത ചിന്താഗതിയെ കുറിച്ചിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ അതിൽ, ആ ഭാഗമൊക്കെയാണ് അതിൽ വരിക. പിന്നെ 14 മുതൽ 29 വരെ വ്യഞ്ജനാക്ഷരങ്ങളാണ്. ആ ഈ തുടങ്ങിയിട്ടുള്ള വ്യഞ്ജനങ്ങൾ, സ്വരാക്ഷരങ്ങൾ. അടുത്താണ് വ്യഞ്ജനാക്ഷരങ്ങൾ. ക ഖ ഗ ഘ തുടങ്ങിയിട്ടുള്ളത് മാറി. സ്വരാക്ഷരങ്ങളാണ്, സ്വരം വ്യഞ്ജനം അങ്ങനെയുള്ള സ്വരാക്ഷരങ്ങളാണ് ആദ്യത്തെ. അതിനുശേഷമുള്ള 14 ശ്ലോകങ്ങൾ. പിന്നീട് ക ഖ ഗ ഘ ങ അങ്ങനെ യ ര ല വ ശ ഷ സ ക അങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് 64 വരെ ഉള്ള 35 ശ്ലോകങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾ അല്ലെങ്കിൽ സ്പർശാക്ഷരങ്ങൾ എന്നും പറയും. ഇതൊക്കെ അതിൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള വശങ്ങളാണ്. അവസാനത്തെ 65ഉം 66ഉം ശ്ലോകങ്ങൾ ഉപസംഹാര ശ്ലോകങ്ങളാണ്. അങ്ങനെ 66 ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. ഓർമ്മിക്കാനുള്ള എളുപ്പത്തിലാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ ശ്ലോകങ്ങളുടെ ക്രമത്തിൽ വന്നിട്ടുള്ളത്. അത് ഒരുപാട് നമുക്ക് ഓരോ ശ്ലോകം വരുമ്പോൾ നമുക്കത് നോക്കാം. ഈ ശ്ലോകങ്ങളൊക്കെ തന്നെ വളരെ ലളിതമാണ്. അതിലൊക്കെ നമസ്കാരം നമസ്കാരം എന്ന് പറയും. നമ എല്ലാറ്റിൻ്റെയും അവസാനം എന്താ ഉണ്ടാവുക? നാരായണായ നമ, ഹരി നാരായണായ നമ. അങ്ങനെ ഒരുപാട് ക്രമമുള്ള, ഒരുപാട് രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു കീർത്തനമാണ് ഹരിനാമ കീർത്തനം. ഇത് മാത്രമല്ല, ഹരിനാമ കീർത്തനം കൂടാതെ ഇതേപോലെ ചിട്ടപ്പെടുത്തിയിട്ട് വേറെയും കീർത്തനങ്ങൾ വളരെ ലളിതമായിട്ട് എഴുത്തച്ഛൻ്റെ ഉണ്ട്. കാ കാ കീ കീ എന്ന് പറഞ്ഞിട്ടൊരു കീർത്തനമുണ്ട്. ക ഒരു ശ്ലോകം, കാ ഒരു ശ്ലോകം, കീ ഒരു ശ്ലോകം, കീ അങ്ങനെ ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ഇത് മാത്രമല്ല, വേറെ എഴുത്തച്ഛൻ തന്നെ രചിച്ചിട്ടുള്ള ഇത്ര തന്നെ ശ്ലോകങ്ങളില്ലാത്ത ഈ അക്ഷരമാലാക്രമത്തിലുള്ള കീർത്തനങ്ങൾ നമുക്ക് വേറെയും എഴുത്തച്ഛൻ അല്ലാതെ ഉള്ള കുറേ കീർത്തനങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഈ ഹരിനാമ കീർത്തനം അതിൻ്റെ തുടക്കത്തിൽ എല്ലാവരും ചൊല്ലുന്ന ഒരു 4 വരിയുണ്ട്. അത് ഹരിനാമ കീർത്തനത്തിലെ ശ്ലോകമല്ല, ജ്ഞാനപ്പാനിക്കും ഇതേപോലെ കാണാം. ഒരു 4 വരി ഹരിനാമ കീർത്തനത്തിലാണെങ്കിൽ നാരായണായ നമ, നാരായണായ നമ, നാരായണായ നമ, നാരായണ നാരായണ സകല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നമ. വളരെ സിമ്പിളായിട്ട് നാരായണായ നമ. ജ്ഞാനപ്പാനയിലാണെങ്കിൽ കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, ഇവിടെ പിന്നെ നാരായണായ നമ, നാരായണായ നമ. അതിൽ അർത്ഥമൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നീടാണ് ആരംഭിക്കുന്നത്. ആദ്യം പ്രണവത്തിലാണ് ആരംഭിക്കുന്നത്, ഓം എന്നുള്ള ഇതിലാണ്. അപ്പോൾ നമ്മുടെ അടുത്തൊക്കെ എന്തുണ്ട്, ഒരു ബുക്ക് തന്നിട്ടുണ്ട്, അതിൽ നോക്കാം, ഒപ്പം ചൊല്ലാം. ഓംകാരമായ പൊരുൾ 3 പിരിഞ്ഞുടനെ ഓംകാരമായ പൊരുൾ അപ്പൊ എന്താ പറഞ്ഞത്? ഓംകാരമായ പൊരുൾ 3 പിരിഞ്ഞുടനെ ആങ്കാരമായതിന് താൻ തന്നെ സാക്ഷിയത് ബോധം വരുത്തുവതിന് ആളായി നിന്ന പരം ആചാര്യരൂപ ഹരി നാരായണായ നമ.
നമ്മുടെ എന്ത് കാര്യവും ഓംകാരം വളരെ പ്രധാനമാണെന്നാണ്. നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ ഭഗവാന് വളരെ ഗഹനമായിട്ടുള്ള കാര്യമാണ് ഈ ആദ്യത്തെ 4 ശ്ലോകങ്ങളിൽ പറയുക. അത് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. ഇനി ഇങ്ങോട്ട് ലളിതമായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു ചുരുക്കം ഇപ്പോൾ നോക്കുള്ളൂ. പിന്നെ നമുക്ക് കുറച്ച് പോയതിന് ശേഷം നമുക്ക് ഈ ശ്ലോകങ്ങൾ നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും. അപ്പോൾ ആദ്യത്തെ 2-3 ശ്ലോകങ്ങൾ നമ്മൾ വേഗം നോക്കും. അപ്പോൾ എന്താ അതിൽ പറഞ്ഞത്? ഓംകാരം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭഗവാൻ രൂപമില്ല, പേരില്ല, നാളില്ല, ഇങ്ങനെയൊക്കെയാണ് പറയുക. പിന്നെ നമ്മുടെ മുമ്പിൽ രൂപമൊക്കെ എടുത്ത് വരുന്നുണ്ട്, അതൊക്കെ അവതാരങ്ങളായിട്ട് വരികയാണ്. അപ്പോൾ നമ്മുടെ ഭഗവാനെ സംബന്ധിച്ചിട്ട് എന്തില്ല? പേരോ നാളോ രൂപമൊന്നും ഇല്ലാത്ത ചൈതന്യമാണ്. അതിനെ ബ്രഹ്മം എന്നാണ് പറയുക. ഈ ബ്രഹ്മത്തിനെ തന്നെ ഭാഗവതത്തിൽ പറയും ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദത. ഈ ബ്രഹ്മത്തിനെ തന്നെയാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. ആ പരമാത്മാവിനെ തന്നെയാണ് സാധാരണക്കാരായിട്ട് നമ്മൾ എന്ത് പറയുന്നത്? ഭഗവാൻ, ഭഗവതി, അയ്യപ്പൻ, ഗണപതി എന്നൊക്കെ പറയുന്നത്. ശരിക്ക് ആ ബ്രഹ്മം അതിനെന്തില്ല? പേരും നാളൊന്നുമില്ല. പിന്നെ അതിനെ എങ്ങനെ സൂചിപ്പിക്കുക? ഓങ്കാരത്തിലൂടെ ആ ശബ്ദബ്രഹ്മം എന്നാണ് അതിനെ പറയുക. ഇതിനെ എന്താ? ഈ ഭഗവാൻ ഏകനാണ്. ആ ഏകനായിട്ടുള്ള ഭഗവാൻ 3ആയി പിരിഞ്ഞു. ഓങ്കാരമായ പൊരുൾ, വളരെ സിമ്പിളായിട്ടുള്ളൊരു അർത്ഥമൊക്കെ പറയണം. പിന്നെ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് മുന്നോട്ട് നോക്കുമ്പോൾ പിന്നെ ആദ്യം നോക്കാം. 3ആയിട്ട് തിരിഞ്ഞു. നമുക്കത് മനസ്സിലാക്കാൻ എളുപ്പം എങ്ങനെ? ഏകനായിട്ടുള്ള ഭഗവാൻ 3ആയിട്ട് തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ 3 പ്രവൃത്തികൾ ചെയ്യാൻ വേണ്ടിയിട്ട് 3ആയി തിരിയണം. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരായിട്ട് തിരിയണം. അങ്ങനെ ഒരു ഭാവത്തിൽ സൃഷ്ടി ബ്രഹ്മാവ്, സ്ഥിതി സൃഷ്ടിച്ച വസ്തുക്കളെ പരിപാലിക്കുക, അവസാനം അതിനെ തന്നിലേക്ക് തന്നെ ലയിപ്പിക്കുക. ഈ 3 പ്രവൃത്തി ചെയ്യുന്നപ്പോൾ നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുന്നതിനനുസരിച്ചിട്ട് പേര് മാറ്റി വിളിക്കും. ബ്രഹ്മാവെന്നും വിഷ്ണു എന്നും പരമേശ്വരൻ എന്നും. പക്ഷെ ആളാരാണ്? ഒന്നേ, ഏകനാണ്. ഇപ്പം നമ്മളുണ്ടല്ലോ വീട്ടിൽ പാചകം ചെയ്യുമ്പോൾ നമ്മൾ ആരായി? വീട്ടമ്മയായി. അത് കഴിഞ്ഞിട്ട് അധ്യാപകനാണെന്ന് വിളിക്കുക, അല്ലെങ്കിൽ ടീച്ചറാണെന്ന് വിളിക്കുക. സ്കൂളിൽ ചെന്നാൽ വീട്ടമ്മയെന്ന് വിളിക്കുമോ? അപ്പോൾ ടീച്ചറെന്ന് വിളിക്കും. അതിൻ്റെ വണ്ടി ഓടിക്കുകയാണ്, അപ്പോൾ ചിലപ്പോൾ നമ്മൾ ആരാവും? ഡ്രൈവറാവും, അല്ലേ? ആ പ്രവൃത്തിക്കനുസരിച്ചിട്ട്. വീട്ടിൽ വരുമ്പോൾ വീണ്ടും ആരായി നമ്മൾ? അപ്പോഴാണ് അമ്മയെ വിളിക്കും. ആരെ വിളി കേൾക്കുന്നത്? ഒരാളാണ്. അമ്മ എന്ത് വിളിക്കും? മകളെ വിളിക്കും, അല്ലേ? അടുത്ത വീട്ടുകാർ വേറെന്തെങ്കിലും വിളിക്കും, ഭർത്താവ് വേറെന്തെങ്കിലും വിളിക്കും. അപ്പോൾ ഇവിടെ ആരേ ഉള്ളൂ? ഒരാളെ. പക്ഷെ ഓരോ പ്രവൃത്തിക്കനുസരിച്ചിട്ട്, ചുരുക്കത്തിൽ പറഞ്ഞാൽ നാമങ്ങളൊക്കെയാണ് വ്യത്യാസം. വസ്തുവിന് വ്യത്യാസം ഉണ്ടാവും. ഭഗവാന് ഒന്നേ ഉള്ളൂ. അതിൻ്റെ രൂപഭേദ നാമരൂപങ്ങൾക്കാണ് എന്തുള്ളത്? വ്യത്യാസമുള്ളത്. അപ്പോൾ ഇവിടെ 3ആയി പിരിഞ്ഞു. ഈ 3ആയി പിരിഞ്ഞത്, ഇതിന് പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ചും പറയും. മൂലപ്രകൃതി, അഹങ്കാരം എന്നൊക്കെ പറയും. 3 സ്റ്റെപ്പ് ഉണ്ട് അവിടെ. പ്രപഞ്ചം ഭഗവാനിൽ നിന്നുണ്ടായി എന്നാണ് ഈ പറയുന്നത്. ഭഗവാനാണ് പ്രപഞ്ചമായിട്ട് മാറിയത്. അപ്പോൾ അതിന് ചില സ്റ്റെപ്പുണ്ട്. ഒരു തേങ്ങ മുളയ്ക്കണം. ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള ആൽമരം, എൻ്റെ വിത്ത് കണ്ടിട്ടുണ്ടോ? വളരെ ചെറുതാണ്, അല്ലേ? അതിൻ്റെ ഉള്ളിൽ ആൽമരം ഉണ്ട്, പക്ഷെ ചെറിയൊരിതാണ്. ആ വിത്ത് ഇങ്ങനെ കിടക്കണ സമയത്ത് അതിനൊരു ഇളക്കം തട്ടും. അപ്പോൾ അതിലൊരു അമ വരും. ഇതാണ് മൂലപ്രകൃതി, അഹങ്കാരം എന്നൊക്കെ പറയണത്. എത്രയേ ഉള്ളൂ. ഇതൊക്കെ ഓരോ സ്റ്റെപ്പാണ്. ഒരു ഇളക്കം തട്ടി മുളയ്ക്കാനൊരു പ്രേരണ. അടുത്തത് അമ വന്നു. അപ്പോൾ എന്തായി? ഇലയൊക്കെയായി മാറി. ഇതൊക്കെ എവിടുന്ന് തുടങ്ങിയത്? ചെറിയ വിത്തിൽ. ഇതൊക്കെ അതേപോലെ ഭഗവാനിൽ നിന്നാണ് എന്തുണ്ടായിട്ടുള്ളത്? ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ ഉണ്ടായത്? ഇതിനെങ്ങനെ ടെക്നിക്കലായിട്ട് അല്ലെങ്കിൽ സാങ്കേതികമായിട്ട് പറയുമ്പോൾ മൂലപ്രകൃതി, അഹങ്കാരം, അത് പിന്നീട് സത്വരജസ്തമോ ഗുണഭേദങ്ങളായിട്ട് മാറി, അതിൻ്റെ മൂർത്തികളായിട്ട് മാറി. സത്വഗുണം വിഷ്ണു, രജോ ഗുണം ബ്രഹ്മാവ്, തമോ ഗുണം ലയിപ്പിക്കണ ആൾ. അങ്ങനെ ഒരാളുണ്ടല്ലോ, നമുക്ക് കഴുത്തിൽ പാമ്പൊക്കെ ഇട്ടിട്ട ഒരാളില്ലേ? ആരാ? പരമേശ്വരൻ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാർ. ചുരുക്കത്തിൽ ഇപ്പോൾ അത്ര മനസ്സിലാക്കുക. അപ്പം ഇങ്ങനെ 3ആയി പിരിഞ്ഞു. ഇതിനൊക്കെ സാക്ഷിയായിട്ടുള്ളത് ആരാ? ഞാൻ തന്നെയാണ്. എൻ്റെ ഉള്ളിലുള്ള ഞാൻ തന്നെയാണ്. അതാരാണ്? ചൈതന്യമാണ്.
ആ ചൈതന്യം തന്നെയാണ് ഭഗവാനിലും എന്നിലും ഉള്ളത്. ആ ഒരു ഭാവത്തിലേക്ക് വരികയാണ്. ഇതെനിക്ക് എന്ത് വേണം? ഇത് ബോധം വരുത്തണം. അതിന് പറ്റിയ ആളാരാ? പരമാചാര്യൻ, ഗുരുനാഥൻ, അല്ലെങ്കിൽ അങ്ങ് തന്നെ. അതിനായിട്ട് ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യരൂപഹരി നാരായണായ നമ. ചുരുക്കത്തിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ബോധം നമ്മുടെ ഉള്ളിൽ വരുത്തുന്നതിന് വേണ്ടിയിട്ട്, അല്ലയോ ഗുരുനാഥ, ആചാര്യ, അങ്ങയുടെ എന്തു വേണം? അനുഗ്രഹം വേണം. അതിനായിക്കൊണ്ട് ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. അപ്പോൾ ആചാര്യന് ഒരു നമസ്കാരം. ഇത് നമുക്ക് വിശദമായിട്ട് പിന്നീട് നോക്കാം, വളരെ ഗഹനമായിട്ടുള്ളതാണ്. രണ്ടാമത്, ഈ ഒന്നിനെ നമുക്ക് ഒന്നായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഇവിടുത്തെ സത്യത്തിനെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇതിനെ സത്യം എന്നാണ് ഭാഗവതം പറയുക, ഈ ബ്രഹ്മത്തിന്. അങ്ങനെ ഭാഗവതം പറഞ്ഞാൽ സത്യം പരം ധീമഹി, പരമമായ സത്യം, മാറ്റമില്ലാത്തത്, നാശമില്ലാത്തത്. ഈ ഒന്നിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? പലതായിട്ട് കാണുകയാണ്. അപ്പം നമുക്ക് ആകെ കൺഫ്യൂഷൻ വരികയാണ്. ആകെ പാടക്കൂടി ഇവിടെ എന്താ, എവിടെ നോക്കിയാലും കൺഫ്യൂഷനാണ്. എനിക്ക് ഈ ഒരു ബോധം വരണം, പഴയ ആ ബോധം. അതിനായിക്കൊണ്ട് ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. ഒന്നായ നിന്നെ ഇഹ, രണ്ടാമത്തെ ശ്ലോകത, രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദമിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ. ശരിക്കിവിടെ എത്രയുള്ളൂ? ഒന്നേ ഉള്ളൂ. ഇതാണ് അദ്വൈതം. ദ്വൈതം എന്ന് പറഞ്ഞാൽ രണ്ട്, അദ്വൈതം എന്ന് പറഞ്ഞാൽ ഒന്ന്. ആ ഒന്ന് ഏതാണ്? ഭഗവാൻ. ഇതെനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. ഇത് മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം? ഇത് മനസ്സിലാക്കണം എനിക്ക്. അതിനെനിക്ക് വെറുതെ ഉണ്ടായാൽ പോരാ. അതിനെനിക്ക് എന്ത് വേണം? അങ്ങയുടെ അനുഗ്രഹം വേണം. അതിനു വേണ്ടിയിട്ട് ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. ഒന്നായ നിന്നെ ഇക, രണ്ടെന്നു കണ്ടളവിൽ ഉണ്ടായൊരിണ്ടൽ ബദ മിണ്ടാവതല്ല മമ പണ്ടേ കണക്കെ വരുവാൻ എന്ത് വേണം? അങ്ങയുടെ നിൻ കൃപാവലി. കുറച്ചൊന്നും പോരാ, കൃപാവലി പറഞ്ഞാൽ കൃപയുടെ കൂട്ടം ധാരാളം എനിക്ക് ഉണ്ടാവണം. എന്തിനു വേണ്ടിയിട്ട്? ഈ അജ്ഞാനം മാറാൻ വേണ്ടിയിട്ട്, ഈ അറിവില്ലായ്മ മാറാൻ വേണ്ടിയിട്ട്. വളരെ ചുരുങ്ങിയൊരു അർത്ഥമാണ് അവിടെ നമ്മൾ പറഞ്ഞത്. അതിനു വേണ്ടിയിട്ട് ഞാനിതാ അങ്ങയെ നമസ്കരിക്കുന്നു. അത് എപ്പോൾ വേണം? അടുത്ത ജന്മത്തിൽ പോരാ. എന്താ അവസാനം പറഞ്ഞേ? പണ്ടേ കണക്കെ വരുവാൻ നിൻ കൃപാവലികൾ ഉണ്ടാകയെങ്കൽ. എങ്കൽ ഇഹ, ഈ ജന്മത്തിൽ ഇവിടെ മണ്ണാർക്കാട് ഇരുന്നിട്ട് വേണം, കാട്ടിലാമിറ്റത്ത് ഇരുന്നിട്ട് വേണം. അല്ലാതെ മരിച്ചു പോയിട്ട് തിരുവില്ലാമലയ്ക്ക് ശേഷം അല്ല ഇതുണ്ടാവേണ്ടത്. ഇവിടെ വെച്ചിട്ട്, എൻ്റെ വീട്ടിൽ വെച്ചിട്ട്, എൻ്റെ ഈ ശരീരത്തിൽ വെച്ചിട്ട് എനിക്ക് ഈ ബോധം ഉണ്ടാവണം. വളരെ ലെൻസ് വെച്ച് നോക്കണം ഓരോ വരികളും ഓരോ വാക്കുകളും. അതിനെന്താ എളുപ്പ വഴി? അതാണ് അടുത്ത ശ്ലോകം. ഇതിനൊരു എളുപ്പ വഴിയുണ്ട്. അതിന് അങ്ങയുടെ അനുഗ്രഹം തന്നെയാണ് വേണ്ടത്. അതിനുള്ള വഴി എന്താണ്? അതാണ് ഇപ്പൊ രണ്ട് ശ്ലോകമായി. അതിനു വേണ്ടിയിട്ട് ഞാനിത് അങ്ങയെ നമസ്കരിക്കുന്നു. അപ്പോൾ അതിനുള്ള വഴിയാണ് അടുത്തതും ഒരു വന്ദനം തന്നെയാണ്.
ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ, ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക, തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി, തോന്നേണമേ വരദ നാരായണായ നമഃ. ആദ്യത്തെ വേദാന്തത്തിനൊക്കെ ശേഷം നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വരികയായി. ഇവിടെ 3 സംബോധനകൾ 3 രീതിയിൽ ഭഗവാനെ വിളിച്ചു. എന്തൊക്കെ വിളിച്ച്? ആദ്യത്തെ വരിയിൽ എന്തൊക്കെ പറഞ്ഞത്? ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ. 3 സംബോധനകളാണ്. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ. ഈ ചിന്മയം, ആനന്ദം, സച്ചിദാനന്ദം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രഹ്മത്തിനെ കുറിക്കുന്ന വാക്കുകളാണ്. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ രൂപഭേദഭാവങ്ങളൊന്നുമില്ലാത്ത, അതിനാൽ വർണ്ണിക്കാൻ സാധിക്കാത്ത ഭഗവാനെയാണ് എന്ത് പറയുക? ബ്രഹ്മം എന്ന് പറയുക. അപ്പോൾ ഗുരുവായൂരപ്പനെ നമുക്ക് രൂപത്തോടു കൂടിയിട്ട് വർണ്ണിക്കാം. പീതാംബരം കരവിരാജിത ശംഖചക്രം, അല്ലെങ്കിൽ മിന്നിൻ പൊന്നിൻ കിരീടം, അല്ലെങ്കിൽ സഹസ്രനാമത്തിലാണെങ്കിൽ സശംഖചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസേരുക്ഷണം. ഇങ്ങനെയൊന്നും ആരെ പറയാൻ പറ്റില്ല? ബ്രഹ്മത്തിനെ പറയാൻ പറ്റില്ല. ആ ബ്രഹ്മം എന്താണ്? ആനന്ദ ചിന്മയം, ആനന്ദത്തിൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ. ഇല്ലെങ്കിലോ ഏറ്റവും സത്യമായിട്ടുള്ളത് സച്ചിദാനന്ദം. ഇങ്ങനെയൊക്കെയാണ് പറയുക ആ ബ്രഹ്മത്തിനെ കുറിച്ച്. അപ്പം അങ്ങനെയാണെങ്കിൽ എന്താണ് ആ ബ്രഹ്മത്തിനെ നമ്മളെന്തിനാ ആശ്രയിക്കുന്നത്? ഹരേ, ഹരിക്കാൻ. എന്ത്? ഗുണിക്കാനും ഹരിക്കാനല്ല. എന്ത് ഹരിക്കാൻ? പാപത്തിനെ ഹരിക്കാൻ. നമ്മളുടെ കയ്യിലുള്ള നമ്മളുടെ പ്രവൃത്തി കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള ആ പാപത്തിനെ ഹരിക്കാൻ വേണ്ടിയിട്ട്, അജ്ഞാനത്തിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പം ആ ഭഗവാനെ അടുത്തതൊരു രൂപത്തിലേക്ക് കൊണ്ടുവന്നു. എന്താ? ഗോപികാരമണ. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ആ ബ്രഹ്മത്തിനെ മനസ്സിലാവും അല്ലേ? നേരത്തെ പറഞ്ഞപ്പോൾ അത്ര മനസ്സിലാവില്ല. സച്ചിദാനന്ദം പറഞ്ഞാൽ മനസ്സിലാവുമോ? സച്ചിന്മയം എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമോ? ഇല്ല. പക്ഷെ ആ മനസ്സിലാവാത്ത, നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ആ ബ്രഹ്മത്തിനെ ഇപ്പം എവിടെ കൊണ്ടുവന്ന് എത്തിച്ചു? ഗോപികാരമണ. ഗോപസ്ത്രീകൾക്ക്, ഗോപന്മാർക്ക്, ഗോപിക പറഞ്ഞ ഗോപസ്ത്രീകൾ മാത്രമല്ല, ഗോകുലത്തിന് രമണം, ആനന്ദസാഗരത്തിൽ ആറാടിപ്പിച്ചവനായിട്ടുള്ള ആരിലെത്തി? കൃഷ്ണനിലെത്തി. ഇപ്പം ബ്രഹ്മത്തിൽ തുടങ്ങിയിട്ട് എവിടെ എത്തി? കൃഷ്ണനിലെത്തി. നമ്മൾ നേരത്തെ പറഞ്ഞു, ഭാഗവതത്തിലെ ഒരു വരി പറഞ്ഞു അല്ലേ? ഒക്കെയും ഭാഗവതവുമായിട്ട് ബന്ധപ്പെടാത്ത ഒരു കാര്യം എവിടെയില്ലേ? അപ്പം എന്താ? ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. അതന്നെ ഇവിടെയും പറഞ്ഞു. എവിടെ തുടങ്ങി? ബ്രഹ്മത്തിൽ തുടങ്ങി. ഇപ്പം എവിടെ എത്തി? ഭഗവാനിലെത്തി. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണ. ഗുരുവിനെ വന്ദിക്കണേ. ഇതൊരു ഗുരുവിൻ്റെ യോഗ്യതയും കൂടിയാണത്. ഗുരു ആരായിരിക്കണം? ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്നവനായിരിക്കണം. ഗുരുവിനൊരു കഴിവുണ്ടാവണം. തന്നെ സമീപിക്കുന്നവരുടെ പാപങ്ങളെ ഹരിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ആനന്ദ ചിന്മയ ഹരേ ഗോപികാരമണനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനുള്ള കഴിവുള്ള ആളായിരിക്കണം. ആര്? ഗുരു. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഈ ശ്ലോകങ്ങളെയൊക്കെ തിരിച്ചും മറിച്ചോട്ട് നമുക്ക് നോക്കാം. ഇവിടെ എന്താ പറഞ്ഞത്? ഭഗവാൻ ആരാണ്? ആനന്ദ ചിന്മയനാണ്, പാപങ്ങളെ ഹരിക്കുന്നവനാണ്, ഗോപിക രമണനാണ്. എന്താ? ബ്രഹ്മത്തെ അറിയുന്നവനാണ്. ഗുരുവിൻ്റെ യോഗ്യത പറയുകയാണെങ്കിൽ അജ്ഞാനങ്ങളെ, പാപങ്ങളെ, പാപം എന്ന് പറഞ്ഞാൽ പാപം മാത്രമല്ല അജ്ഞാനം, അറിവില്ലായ്മയെ ഹരിക്കുന്നവനാണ്. എങ്ങനെ അറിവില്ലായ്മയെ ഹരിക്കാനുള്ള വഴി എന്താ? അവതാര ചരിതത്തിലൂടെ ഭഗവാനെ അറിയുക, ആ നാമങ്ങൾ ചൊല്ലുക. അപ്പോൾ അവതാര ചരിതം വരുമ്പോൾ ആര് വന്നു? കൃഷ്ണനും രാമനും ഒക്കെ വന്നു. ഇവിടെ എന്താ ഗോപസ്ത്രീകളെ പറയാൻ കാരണം? അവരേറ്റവും പ്രാകൃതമായിട്ടുള്ള ആൾക്കാരായിരുന്നു അല്ലേ? അവരേറ്റവും സിമ്പിളായിട്ടുള്ളവരായിരുന്നു, വനവാസികളായിരുന്നു. അവരൊക്കെ കാട്ടിൽ ജീവിച്ചിരുന്ന ആൾക്കാരാണ്. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ, വിദ്യാഭ്യാസ യോഗ്യത അങ്ങനെ നോക്കിയിട്ടാണ് അല്ല.
അവരുടെ മനസ്സ് പരിശുദ്ധമായിരുന്നു. അപ്പം അങ്ങനെയുള്ള ഭഗവാനെ ആശ്രയിച്ചിട്ട് അങ്ങനെ മുക്തി നേടിയിട്ടുള്ള മുക്തരായിട്ടുള്ള ആൾക്കാരാണ് ആര്? അതാണ് ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ഭജിക്കാനൊക്കെ പോകുമ്പോൾ നമുക്ക് വേറൊരു പ്രശ്നം വരും, അഹങ്കാരം വരുന്ന പറയുക. ഈ അഹങ്കാരത്തിൻ്റെ മറ്റൊരു പേരാണ് ഞാനെന്ന ഭാവം. അത് വരരുത്. ആദ്യം തന്നെ ഒരു പ്രാർത്ഥനയാണ്, എഴുത്തച്ഛൻ്റെ പ്രാർത്ഥനയാണ്. എന്താ? ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക തോന്നുന്നതാകിൽ. വളരെ വിപുലമായിട്ടുള്ള ശ്ലോകങ്ങളാണ്. എന്താ പറഞ്ഞത്? ഞാനെന്ന ഭാവമത് തോന്നായിക വേണമിക തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. ഞാനെന്ന ഭാവം എനിക്ക് തോന്നരുത്. അത് തോന്നുകയാണെങ്കിൽ എന്താണ്? മുഴുവൻ ഞാൻ തന്നെയാണ്, ഈ പ്രപഞ്ചം വരെ മൊത്തം ഞാനാണ് എന്നുള്ള ഒരു ഭാവത്തിലേക്ക് എത്താൻ എനിക്ക് സാധിക്കണേ എന്നാണ്. അത് വലിയൊരു അഹങ്കാരത്തിനെ ഇല്ലാതെയാക്കാനുള്ള ഒരു വഴിയും കൂടിയാണ് പറയുന്നത്. അതെന്താ? ഞാനെന്ന ഭാവം നമുക്കൊക്കെ അതുണ്ട് അല്ലേ? ഞാൻ വലിയ ആളാണ്, ദിവസം എത്ര പ്രാവശ്യം ഞാൻ എന്ന് പറയുക, ഞാൻ അപ്പളേ പറഞ്ഞില്ലേ അല്ലേ, അങ്ങനെയൊക്കെ പറയും. ആ ഞാൻ എന്നുള്ള ഭാവം ഏതൊരു കാര്യത്തിലും ആദ്യം വേണ്ട എന്താ? ഞാനെന്ന ഭാവം ഇല്ലാതെയാവണം, അഹങ്കാരം ഇല്ലാതെയാവരുത്. നമ്മുടെയൊക്കെ വിചാരം നമ്മളില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്നാണ്. വീട്ടിലായാലും നാട്ടിലായാലും അമ്പലത്തിലായാലും അല്ലേ, അമ്പലത്തിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാനില്ലെങ്കിൽ ഇവിടെ ഒന്നും നടക്കില്ല എന്ന് ഭഗവാൻ ചിരിക്കുന്നുണ്ടാവും. നീയൊക്കെ വരണതിൻ്റെ മുമ്പ് ഇവിടെ എത്രയോ ആൾക്കാർ ഇവിടെ തൊഴുത് നമസ്കരിച്ച് പോയിട്ടുണ്ട്. ഇനി എത്രയോ ആൾക്കാർ ഇവിടെ തൊഴുത് നമസ്കരിച്ച് പോവാനുണ്ട്. അപ്പോൾ ആ ഞാനെന്ന ഭാവം ആവാന്നും പറഞ്ഞു എഴുത്തച്ഛൻ. അതെന്താ? ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിക. ഇനി തോന്നുകയാണെങ്കിലോ? തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദ നാരായണായ നമഃ. ഞാനെന്ന ഭാവം എനിക്ക് തോന്നുകയാണെങ്കിൽ, അല്ലയോ ഭഗവാനെ, ഈ രീതിയിൽ തോന്നണം. ഈ പ്രപഞ്ചം മൊത്തം ഞാനാണ് എന്നുള്ള രീതിയിൽ, ഈ കാണുന്ന സകല ചരാചരങ്ങളിലും എല്ലാറ്റിൻ്റെ ഉള്ളിലും ഞാനുണ്ട് എന്നുള്ള ആ രീതിയിലുള്ള ഞാനെന്ന ഭാവം എന്നിൽ തോന്നിക്കണേ. അറിവിൻ്റെ ഉയർന്നൊരു തലമാണത്. ഉപനിഷത്തുകളിലൊക്കെ പറയുന്ന ഒരു ഏറ്റവും ഉയർന്ന തലമാണ്. എല്ലാറ്റിലും ഭഗവാനെ കാണുക. ആ ഭഗവാൻ തന്നെയാണ് എൻ്റെ ഉള്ളിലുള്ള ചൈതന്യം എന്ന് മനസ്സിലാക്കുക. അപ്പം എന്തായി? ഞാൻ എല്ലായിടത്തുമായി. ഈശാവാസ്യമിതം സർവം ഒരു ഉപനിഷത്ത് തുടങ്ങുക. ഈശാവാസ്യ ഉപനിഷത്ത് അങ്ങനെ തുടങ്ങുക. 18 ശ്ലോകങ്ങളേ ഉള്ളൂ. അതിൽ ആദ്യത്തെ ശ്ലോകം എന്താണ്? ഈശാവാസ്യമിതം സർവം. ഈശ്വരനാൽ നിറയപ്പെട്ടിരിക്കുന്നു ഈ പ്രപഞ്ചം മൊത്തം. അപ്പം എന്തായി? ആ ഈശ്വരൻ എൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഈ കാണുന്നതൊക്കെ എന്താ? ഞാനാണ്. ചുരുക്കത്തിൽ വലിയ വലിയ തത്വങ്ങളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ കുറച്ച് ശ്ലോകങ്ങൾ വളരെ ഗഹനമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അവയുടെ ഒരു പുറത്തുകൂടെ നടക്കൽ ഇപ്പം നമ്മൾ ചെയ്യുന്നുള്ളൂ. 66 ശ്ലോകങ്ങളുണ്ട് നമുക്ക്. അപ്പം ഇവിടെ അവയുടെ ഒരു പുറത്തുകൂടെ നടക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? ഭഗവാൻ ആരാണ്? വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റില്ല. ബ്രഹ്മമാണ്. ആ ബ്രഹ്മത്തിനെ നമുക്ക് അനുഭവ തലത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് അവതാരങ്ങളിലൂടെ. ഗോപികാരമണൻ എന്നൊക്കെയുള്ള ഭാവത്തിൽ കൃഷ്ണനായിട്ടും ശ്രീരാമനായിട്ടും പരശുരാമനായിട്ടും ഒക്കെ ആ ഭഗവാനെ ആശ്രയിച്ചാൽ എന്താണ്? ഹരിക്കപ്പെടുകയാണ്. എന്താണ് ഹരിക്കപ്പെടുന്നത്? പാപം എന്ന് മാത്രം ഇതിനെ അർത്ഥമാക്കരുത്. അജ്ഞാനം, അറിവില്ലായ്മയെയും ഹരിക്കപ്പെടും. അപ്പോൾ നമുക്ക് എന്ത് വരും? കുറച്ചൊക്കെ ഇവിടെയൊക്കെ വരുമ്പോഴേ കുറച്ചൊക്കെ ഹരിനാമകീർത്തനൊക്കെ ചെല്ലൊക്കെ ഇങ്ങനെ ആകുമ്പോൾ ഇത് അറിയാത്ത ആൾക്കാരെ കണ്ട എന്താ വരിക? അയ്യോ, നിങ്ങൾക്കിതൊന്നും അറിയില്ലേ, ഞാൻ ഇതൊക്കെ അല്ലേ. അപ്പം എന്തായി? എനിക്ക് കുറച്ച് ഇതൊക്കെ അറിയാം. അപ്പം ഞാനെന്ന ഭാവം വന്നു. ഭഗവാൻ ഒട്ടും പിടിക്കില്ല. ഏത്? അഹങ്കാരം. അഹങ്കാരം ഉള്ളവൻ്റെയൊക്കെ ആദ്യം ഭഗവാൻ എന്ത് ചെയ്യും? അഹങ്കാരത്തിനാണ് അടി കൊടുക്കുക. മഹാബലിക്ക് നല്ല അഹങ്കാരം വന്നു. എന്തു കൊടുത്തു? അഹങ്കാരത്തിന് കാരണം എന്തായിരുന്നു? സമ്പത്തായിരുന്നു. എടുത്തു. എന്നിട്ടോ സുതലത്തിലേക്ക് പറഞ്ഞയച്ചു. സ്വർഗത്തിലുള്ളവരും കൂടി പോകാൻ ആഗ്രഹിക്കുന്ന സുതലത്തിലേക്ക് പറഞ്ഞയച്ചു. അഹങ്കാരം. അർജുനന് അഹങ്കാരം വന്നു. എന്ത് ചെയ്തു? ആ സന്താനഗോപാലത്തിൽ അത് തീർത്തു വിട്ടു. അതുപോലെ തന്നെ ഭീമസേനന് അഹങ്കാരം വന്നു. രാജസൂയത്തിലത് തീർത്തു വിട്ടു. അങ്ങനെ അഹങ്കാരം എവിടെയൊക്കെ ഉണ്ടാകുന്നുണ്ടോ അതൊക്കെ ഇല്ലാതെയാക്കാൻ
ഇല്ലാതാക്കും ആദ്യം ഭഗവാൻ. അപ്പോൾ ഒരിക്കലും എന്ത് പാടില്ല? ഞാനെന്ന ഭാവം പാടില്ല. തൃണാദപി സുനീത, ഏറ്റവും പുല്ലിനേക്കാൾ എളിയവനാവണം എന്നാണ് പറയുക. നമ്മളെപ്പോഴും സിമ്പിളായിരിക്കണം. ലാളിത്യമാണ് നമുക്ക് വേണ്ടത്. ഭക്തിയുടെ കാര്യത്തിലും എന്താ വേണ്ടത്? ഏറ്റവും സിമ്പിളാവും, ഏറ്റവും ലളിതമായിരിക്കുക. ഒരിക്കലും ഞാൻ എന്ന് പറയാതെ ഞാൻ എന്ന ഭാവം ഒരിക്കലും ഉണ്ടാവരുത്. ഇതൊക്കെ ആദ്യം പറഞ്ഞത്. ഇതൊക്കെ ഭക്തിയുടെ ഭാഗത്തിലുള്ള ചില യോഗ്യതകളാണ്. ഇതൊക്കെ തൊഴുത് നമസ്കരിച്ച് ഈശ്വര കാരുണ്യം നമ്മളുടെ അടുത്തേക്ക് കിട്ടണമെങ്കിൽ, നമ്മളുടെ അടുത്തേക്ക് ഒഴുകണമെങ്കിൽ, താണ സ്ഥലത്തേക്ക് നീരോടുന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, നമ്മളിലേക്ക് എത്തണമെങ്കിൽ ഏത് ഭാവം വേണം? വിനയം വേണം, അഹങ്കാരം പാടില്ല. അപ്പം ആദ്യം തന്നെ പ്രാർത്ഥിക്കണം, ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. ഇനി തോന്നുകയാണെങ്കിൽ തോന്നിക്കോട്ടെ ഭഗവാനെ. അതെങ്ങനത്തെ ഞാനായിരിക്കണം? അത് പ്രപഞ്ചം മുഴുവൻ ഞാനാണ് എന്നുള്ള ആ ഒരു ഭാവത്തിലുള്ള ഞാൻ ആയിക്കോട്ടെ എന്ന് പറയണം. ഇനി ഇവിടെ കാണുന്ന എല്ലാം അങ്ങാണ് എന്നെനിക്ക് ഒരു ബോധം വരുത്തണം. അത് വരുത്തണമെങ്കിൽ എൻ്റെ അകക്കണ്ണാണ് അല്ലയോ ഭഗവാനെ തുറക്കേണ്ടത്. അല്ലേ? നമുക്ക് ഏത് കണ്ണ് തുറക്കണം? അകക്കണ്ണ് തുറക്കണം. അകക്കണ്ണാണ് ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണ്. അല്ലാതെ പുറമെ കണ്ണൊന്നും ശരിക്കുള്ള കാഴ്ചയല്ല. അതിൻ്റെ ഉള്ളിലൊരു കാഴ്ചയുണ്ട്. അതാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിടുന്ന പൊരുൾ താനെന്നുറയ്ക്കും. അതാണ് വലിയ ആനന്ദം. അളവ് ആനന്ദം എന്തു ഹരി എന്താ പറയുന്നത്? അർക്കൻ, അനലൻ, അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കും. അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ്റെ പര്യായമാണ്. സൂര്യന് ഒരുപാട് പര്യായങ്ങളുണ്ട്. അർക്ക സൂര്യ ദിവാകര ഭുവനത്രയത്തിനു നായക. അർക്കൻ, സൂര്യൻ, ദിവാകരൻ, ഭാസ്കരൻ തുടങ്ങിയിട്ട് ഒരുപാട് പേരുകളുണ്ട്. അപ്പോൾ അർക്കൻ എന്ന് പറഞ്ഞാൽ സൂര്യൻ, സൂര്യനും അടുത്താരാ? അർക്കാനലാദി, അഗ്നി. ഇതൊക്കെ നമ്മളെങ്ങനെ അറിയുന്നത്? കണ്ണുകൊണ്ട് കണ്ടിട്ട് അനുഭവിച്ചറിയുകയാണ്, ഇന്ദ്രിയങ്ങളിലൂടെ. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണ്. ഇതൊക്കെ നമ്മൾ അറിഞ്ഞത് എങ്ങനെ? കണ്ണിലൂടെ. കണ്ണുണ്ടായാൽ മാത്രം പോരാ, വേറൊരു കണ്ണ് വേണം. ആ കണ്ണിലൂടെയാണ് നമ്മൾ ശരിക്ക് മനസ്സിലാക്കുന്നത്, അല്ലേ? അതേതാണ്? അകക്കണ്ണ്, ഇവിടെ മനക്കണ്ണ്. അർക്കാനലാതി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണ്. അല്ലേ? ഈ കണ്ണിൽ കൂടെ മാത്രമല്ല നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എന്തോ കാണാറില്ലേ? സ്വപ്നം കാണും, അല്ലേ? സ്വപ്നം കാണുമ്പോൾ അയ്യോ ഞാൻ കണ്ണടയിട്ടിട്ടില്ല, അത് കാരണം സ്വപ്നം ക്ലിയർ ആയില്ല, ആർക്കെങ്കിലും പറയാറുണ്ടോ? തോന്നാറുണ്ടോ? എന്താ? അപ്പോൾ ഏത് കണ്ണും കൊണ്ട് അത് കണ്ടത്? അതാണ് അകക്കണ്ണ്, അല്ലെങ്കിൽ മനക്കണ്ണ് എന്നൊക്കെ പറയും. നമുക്കൊക്കെ അങ്ങനെ ഒരു കണ്ണുണ്ടെന്നാണ് പറയും. അതിനാണ് മൂന്നാമത്തെ കണ്ണ് എന്ന് പറയും. മൂന്നാമത്തെ കണ്ണുള്ള ഒരാൾ നമുക്ക് നേരിട്ട് തന്നെ പറയില്ലേ, നമുക്ക് അങ്ങനെ ഒരു ദേവനുണ്ട്, 3 കണ്ണുള്ള ഒരാൾ. ആരാത്? പരമേശ്വരൻ, മുക്കണ്ണൻ, അല്ലേ? നമ്മുടെ മണ്ണാർക്കാട് ഒരു സ്ഥലപ്പേരനില്ലേ, എന്താ? മുക്കണ്ണൻ. എന്താ? ഭരണ വഴിക്കുള്ള സ്ഥലമൊക്കെ അമ്പലവുമായി ബന്ധപ്പെട്ടതാണ്. കുറച്ച് മുമ്പ് ഉറങ്ങണ രൂപത്തിലുള്ള ആ ഒരു ഭാവത്തിൽ പ്രതിഷ്ഠ നടത്തിയിട്ടുള്ളൊരു അമ്പലമുണ്ട്, പള്ളിക്കുറുപ്പ്. കുറച്ചിങ്ങോട്ട് വന്നാൽ എന്തായി? മുക്കണ്ണമായി. എന്താ മുക്കണ്ണൻ? നമുക്കുണ്ട് മുക്കണ്ണൻ, മൂന്നാമത്തെ കണ്ണാണ്. ഈ മൂന്നാമത്തെ കണ്ണിലൂടെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇറക്കി വിടുന്നത്.
പരമേശ്വരനും അതാണ്. പരമേശ്വരൻ്റെ മൂന്നാമത്തെ കണ്ണിലൂടെ നോക്കിയപ്പോൾ കാമദേവൻ എന്തായിപ്പോയി? ഭസ്മമായിപ്പോയി. പരമേശ്വരൻ്റെ മൂന്നാമത്തെ കണ്ണിലൂടെ നോക്കിയപ്പോൾ അത്ര കാമദേവൻ ആരായി മാറിയത്? ഭസ്മമായി മാറിയത്. എന്താ അതിൻ്റെ അർത്ഥം? മൂന്നാമത്തെ കണ്ണേതാ? ജ്ഞാനദൃഷ്ടിയാണ്. വളരെ സിംബോളിക്കാണ് നമ്മുടെ എല്ലാ കാര്യവും. ഈ ജ്ഞാനദൃഷ്ടിയിലൂടെ നോക്കിക്കഴിഞ്ഞാൽ ആരാ ഭസ്മാവ്? ജ്ഞാനത്തിലൂടെ നോക്കിക്കഴിഞ്ഞാൽ കാമം. കാമം എന്ന് പറഞ്ഞാൽ എന്താ? അതിരുവിട്ട ആഗ്രഹങ്ങളാണ് കാമം എന്ന് പറഞ്ഞാൽ. നമ്മൾ പറയാറുണ്ട്, ഇപ്പം എനിക്കൊരു ചായ കുടിക്കണം, അതെന്തല്ല? കാമൊന്നുമല്ല. നേരെ മറിച്ച് ഞാൻ അമ്പലത്തിൽ വന്നിട്ട് വലിയ ബൂസ്റ്റ് വേണമെന്നോ ഇല്ലെങ്കിൽ എന്താ അതിൻ്റെ അപ്പുറത്തുള്ള എന്താ ഇപ്പോൾ ഏതോ ഷെയ്ക്കോ മിൽക്കൊക്കെ ഇല്ലേ, അതൊക്കെ വേണമെന്ന് ആഗ്രഹിച്ചാൽ അതെന്തായി? അവനവൻ ആരാണെന്ന് അറിയാതെ നിൽക്കുന്ന, അവനവന് അർഹതപ്പെടാത്തതിനെ ആഗ്രഹിക്കുന്നതാണ് എന്ത്? കാമം. അപ്പോൾ അതെപ്പോഴും ഇല്ലാതെയാവുക? ഞാൻ ആരാണെന്നുള്ള ബോധം വരണം, ജ്ഞാനം വരണം. ജ്ഞാനം വന്നാൽ എന്താ? ജ്ഞാനദൃഷ്ടിയിൽ എന്താ ഭസ്മായത്? കാമം ഭസ്മം. പരമേശ്വരൻ്റെ കാര്യം ഉണ്ടല്ലോ, ആകെ സിംബോളിക്കാണ്. തലയിൽ വേറെന്തോ ഇല്ലേ? എന്തോ ഒഴുകുന്നൊരു സംഭവം, ഗംഗ. എന്താ ഉടയണോ? ജ്ഞാനഗംഗയാണ്, അറിവാണ്. അറിവ് എങ്ങനെ വേണം? അടച്ചു വെക്കണോ? നമുക്കുണ്ടായാൽ മതി. എന്ത് വേണം? മറ്റുള്ളവരൊക്കെ പറഞ്ഞു കൊടുക്കും അല്ലേ? പരമേശ്വരൻ അതാണ് ഈ ശിവന്റെ അമ്പലത്തിൽ ചെന്നാൽ പ്രദക്ഷിണം വെക്കണേനൊക്കെ ഒരു ചില ചടങ്ങൊക്കെ ഉണ്ട് അല്ലേ? എന്തായാലും ഇവിടെ എന്താ പറഞ്ഞത്? അകക്കണ്ണ് തുറപ്പിക്കണം എൻ്റെ, എന്നാലേ ഇതൊക്കെ ശരിക്കൊന്ന് അങ്ങയെക്കുറിച്ച് അറിയാൻ സാധിക്കുള്ളൂ. അതിന് ഏത് കണ്ണാണ് തുറക്കേണ്ടത്? കണ്ണായ കണ്ണ്, മനമാകുന്ന കണ്ണ്. അതിൻ്റെയും അത് പ്രവർത്തിക്കണമെങ്കിൽ എന്ത് വേണം? അങ്ങ് വേണം. ആര്? ഭഗവാൻ വേണം. ഇപ്പം ഞാനിവിടെ കാണുന്നത് അർക്കാനലാദികളിലൊക്കെ ഗ്രഹിക്കാൻ, സൂര്യൻ്റെയും അഗ്നിയുടെയും ഒക്കെ സാന്നിധ്യവും സൂര്യനെക്കുറിച്ചും അഗ്നിയെക്കുറിച്ചും അറിയണമെങ്കിൽ ഞാൻ എൻ്റെ കണ്ണിലൂടെ കാണുന്നു എങ്കിലും അത് പോരാ. അകക്കണ്ണിലൂടെയാണ് ഞാൻ അറിയുന്നത്, മനക്കണ്ണിലൂടെയാണ്. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിന് അത് പ്രവർത്തിപ്പിക്കണമെങ്കിൽ എന്ത് വേണം? കണ്ണായിടുന്ന പൊരുൾ താൻ ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിലുള്ള ആ ശക്തി ചൈതന്യം തന്നെയാണ്, ആ ഭഗവാൻ തന്നെയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, ആദ്യത്തെ 3-4 ശ്ലോകങ്ങൾ വളരെ ഗഹനമാണ്. ഇനി വരുമ്പോൾ കുറേശ്ശെ ഇപ്പോൾ കുറേശ്ശെ നമ്മുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു അല്ലേ? ആനന്ദ ചിന്മയാന്നൊക്കെ എത്തിയപ്പോഴേക്ക് എന്തായി? ആ അദ്വൈതത്തിൽ നിന്നൊക്കെ കുറച്ച് ഇങ്ങോട്ട് അവതാര രൂപത്തിൽ ഇങ്ങോട്ട് ഇറങ്ങി വരികയാണ്. അപ്പം ഇതൊക്കെ ആമുഖ ശ്ലോകങ്ങളാണ്, 4 ശ്ലോകങ്ങളാണ്. അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണു മനമാകുന്ന കണ്ണതിനു കണ്ണായിടുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവാനന്ദമെന്തുഹരി നാരായണായ നമ. അപ്പോഴാണ് നമുക്ക് ഈ കണ്ണിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ട് ഈ കണ്ണിലൂടെ ഈ ജ്ഞാനത്തിനെ കുറിച്ച് അറിയുമ്പോഴാണ് നമുക്ക് ആനന്ദത്തിലെത്താൻ സാധിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ സന്തോഷം. ഇപ്പം നമ്മൾ ആനന്ദമാണെന്ന് വിചാരിക്കുന്ന ഒന്നും എന്തല്ല, അകക്കണ്ണുകൊണ്ട് കണ്ടിട്ട് ഈശ്വര തത്വത്തിനെ അറിയുമ്പോൾ, ഭഗവാനെ കുറിച്ച് അറിയുമ്പോഴാണ് ഏറ്റവും വലിയ ആനന്ദം. അയ്യോ എന്തൊരു ആനന്ദമാണ് എന്നാണ് പറയുന്നത്. ആനന്ദം എന്തു തവ അല്ലേ? ആ കർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിക്കുമൊരു കണ്ണിനു കണ്ണുമനമാകുന്ന കണ്ണതിന് കണ്ണായിടുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദം എന്തുഹരി നാരായണായ നമ. 4 ആമുഖ ശ്ലോകങ്ങളാണ്. ഇനി ഒരു ക്രമം ആരംഭിക്കണം. എന്താണ് ആ ക്രമം? ഹരിശ്രീ ഗണപതയേ നമ. ഹരിശ്രീ ഗണപതയെ സംഖ്യകളുടെ രൂപത്തിലെടുത്ത് പറയുകയാണെങ്കിൽ അതിൻ്റെ സംഖ്യ വരിക ഈ അക്ഷരമാല ക്രമത്തിൽ വരുമ്പോൾ ഹ എന്നുള്ളതിൻ്റെ സംഖ്യ 2ആണ്. അതുപോലെ തന്നെ രി എന്നുള്ളതിൻ്റെ 8ആണ്. അങ്ങനെ വരുമ്പോൾ തിരിച്ചിങ്ങനെ വരും. അങ്ങനെ ശ്രീ എന്നുള്ളതിൻ്റെ 2ആണ് അത്ര വരിക. ഗ 3, പ 1, ത എന്നുള്ളതിൻ്റെ 6, യാരലോ വരുമ്പോൾ ആദ്യം 1, 2, യാ 1, രാ 2, അങ്ങനെ വരുമ്പോൾ യാ 1, അങ്ങനെ നാ എന്നുള്ളത് 0 അതില്ല. അങ്ങനെ ഈ അക്ഷരങ്ങളെ കൂട്ടി ഈ സംഖ്യക്കൊക്കെ അക്ഷരത്തിനൊക്കെ ആയിട്ട് എന്താ നമ്മുടെ ഒരു മലയാളത്തിലൊരു സംഖ്യ ഗണന സമ്പ്രദായമാണ്.
ഓരോ അക്ഷരത്തിന് ഓരോ മൂല്യമുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഹരിശ്രീ ഗണപതി എന്നുള്ളതിൻ്റെ ആകെ മൊത്തം ടോട്ടൽ നോക്കുമ്പോൾ 51 ഇത്ര കിട്ടുക. അപ്പം എന്തായി? മലയാളത്തിൽ എത്ര അക്ഷരങ്ങളാണ്? ഈ സംഖ്യ വെച്ചിട്ടാണ്. അതുപോലെ തന്നെ എന്തൊക്കെ ഈ സംഖ്യയുടെയൊക്കെ ശാസ്ത്രം പറയുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയാം. നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്, അവൻ കാമാന്ന് മിണ്ടിയില്ല എന്ന് പറയും. പറഞ്ഞിട്ടില്ലേ? എവിടെയെങ്കിലും കേട്ടണോ? കാമാന്നൊരു വാക്കുണ്ടോ? ഇല്ല. അപ്പം കാ എന്നുള്ളതിൻ്റെ അക്ഷരമൂല്യം 1 കാ 1. മാ എന്നുള്ളതിൻ്റെ അക്ഷരമൂല്യം 5. ഇതിൻ്റെ തിരിച്ചിട്ടിട്ടാണ് പറയുക. അപ്പം 51 അപ്പം കാമ പറഞ്ഞിട്ട് എന്ന് മിണ്ടിയില്ല പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ 51 അക്ഷരവും അവൻ 51 അക്ഷരവും മിണ്ടിയിട്ടില്ല പറഞ്ഞാൽ ഒന്നും മിണ്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വാക്കുകൾക്കൊക്കെ ഈ മൂല്യവുമായി ബന്ധപ്പെട്ടിട്ട് കുറേ ഉണ്ട്. അതുപോലെ ഒന്നാണ് പ്രസവത്തിനെ കുറിച്ച് പറയും. പ്രസവത്തിൻ്റെ ഇതേപോലെ അക്ഷരമൂല്യം എടുത്തു കഴിഞ്ഞാൽ 274 പറയുന്നത്. അത് ഗർഭകാലമാണെന്നാണ് പറയുന്നത്. അങ്ങനെ വളരെയധികം ഈ അക്ഷര സമ്പ്രദായവുമായിട്ടൊക്കെ കാലഗണനയുമായിട്ട് നമ്പറുമൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. നമുക്കിപ്പോൾ അത്രയൊന്നും വിശദമായിട്ട് നമുക്ക് പഠിക്കണ്ട. അതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മളിപ്പോൾ അതിൻ്റെ ഭക്തിപരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്, അല്ലേ? ഇങ്ങനെയൊക്കെ കൂടി അതിൽ ഉണ്ട് എന്നുള്ളത് നമ്മൾ അറിഞ്ഞാൽ നല്ലതാണ്. അപ്പോൾ 51 അക്ഷരങ്ങളെ കുറിക്കുന്നതിനാണ് എന്ത്? ഹരിശ്രീ ഗണപതിയുടെ മൂല്യം. അതാണ് വിദ്യാരംഭത്തിന് എന്താ ആദ്യം എഴുതുക? ഹരിശ്രീ ഗണപതയെ നമ. ഈ ഒരു തത്വം കൂടി അതിൽ ഉണ്ട്. 51 അക്ഷരത്തിൻ്റെ രത്നച്ചുരുക്കമാണ് ഹരിശ്രീ ഗണപതയെ നമ എന്നുള്ള ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ആചാര്യനെ വന്ദിക്കുന്ന ഗുരുവന്ദന ശ്ലോകങ്ങളാണ് ആദ്യം കുറച്ച് കണ്ടത്. അപ്പോൾ ഇനി എന്ത് വേണം? അർക്കാനലാദി വെളിവൊക്കെ ഗ്രഹിച്ചു. ഇനി എന്ത് വേണം? ഹരിനാമ കീർത്തനത്തിനെ കുറിച്ച് പറയുകയാണ്. അതിന് എനിക്ക് ചില അനുഗ്രഹങ്ങൾ വേണം. ഹരിനാമ കീർത്തനം ചൊല്ലുന്നതിന് എനിക്ക് കുറച്ച് അനുഗ്രഹങ്ങൾ വേണമെന്ന് പറയണം. ആരുടെയൊക്കെ അനുഗ്രഹമാണ് ഹരിനാമ കീർത്തനം ചൊല്ലുന്നതിന് വേണ്ടത് എന്നുള്ള ആ ഒരു ഗുരുവിനെ, അതുപോലെ തന്നെ ആ ഭഗവാനെ ഒക്കെ ഒന്നും കൂടി വന്ദിക്കുകയാണ്. അവിടെ വളരെ സിമ്പിളാണ്. അപ്പോൾ ആരുടെയൊക്കെ അനുഗ്രഹം വേണം? ഹരിനാമ കീർത്തനമിതുരചൈവതിന്നു. ആരുടെ വേണം? ഗുരു. പിന്നെ അരുളാല് ദേവകളും ഭൂസുരരും 3 പേരുടെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. ആരുടെയൊക്കെ അനുഗ്രഹം വേണം? നമ്മളിനി കേൾക്കാൻ പോകുന്ന ഹരിനാമ കീർത്തനം രചിക്കുന്ന എഴുത്തച്ഛൻ വന്ദിക്കുകയാണ്. ഇവരുടെയൊക്കെ അനുഗ്രഹത്തിന് വേണ്ടി നമസ്കരിക്കുകയാണ്. ഗുരുനാഥൻ്റെ അനുഗ്രഹം വേണം, വേണ്ടേ? നമുക്ക് വലിയൊരു ഇതാണ്. ഗുരോരനുഗ്രഹേണ ഇവ പുമാൻ പൂർണ്ണപ്രശാന്തയെ എന്നാണ് ഭഗവാൻ ഭാഗവതത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഗുരു ഏറ്റവും വലിയ ഒരു സ്ഥാനമാണ് ഗുരുനാഥന്. മാതാപിതാ ഗുരു ദൈവം, അല്ലേ? ഒരേപോലെ കാണണം എന്നാണ് പറയുക. അപ്പോൾ ഗുരുനാഥൻ്റെ അനുഗ്രഹം വേണം. പിന്നെ ദേവന്മാരുടെ അനുഗ്രഹം വേണം. അടുത്തതോ ഭൂസുരൻ എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ ദേവന്മാരെന്നാണ് പറയുന്നത്. സുരന്മാരെ പറഞ്ഞാൽ ദേവന്മാർ. ഭൂമിയിലെ ദേവന്മാരെ പറഞ്ഞാൽ ആരാ? ബ്രാഹ്മണന്മാരാണെന്നാണ് അതിനെ വ്യാഖ്യാനിച്ച് വരുമ്പോൾ അങ്ങനെയൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ പൂണൂലിട്ട ആളെന്നല്ല ശരിക്കും ബ്രാഹ്മണൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. പിന്നെ അത് തെറ്റിദ്ധരിക്കപ്പെട്ടതാണ്. അതിൻ്റെ അർത്ഥം എന്താ? ബ്രഹ്മത്തിനെ കുറിച്ച് അറിയുന്നവൻ എന്നാണ്. അതായത് സജ്ജനങ്ങൾ എന്നാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. അല്ലാതെ പൂണൂല് നമുക്ക് പല കടയിൽ നിന്നും മേടിക്കാൻ കിട്ടും, അല്ലേ? നൂല് അല്ലേ പൂജാ സ്റ്റോറിൽ നിന്നും കിട്ടും. അതല്ല, അതൊക്കെ ബാഹ്യമായിട്ടുള്ള ലക്ഷണമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ വലിയൊരു പൂരം നടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നമൊക്കെ ഉണ്ടാവും. അപ്പോൾ പോലീസുകാർ നമ്മുടെ പോലെ കള്ളി ഷർട്ടും മുണ്ടോ ഇട്ടിട്ട് വന്നാൽ ശരിയാകുള്ളൂ. അപ്പോൾ അവർക്ക് എന്ത് വേണം? അവർക്ക് ആ തൊപ്പിയും ഒരു ഇതൊക്കെ വേണം. അതുപോലെ ചില ബാഹ്യ ലക്ഷണങ്ങളാണ് ഈ ബാക്കി പറയുന്നതൊക്കെ, പൂണൂലും കാര്യങ്ങളൊക്കെ. ശരിക്കും ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിനെ കുറിച്ച് അറിവുള്ള ബ്രഹ്മചാരി പറഞ്ഞാൽ ബ്രഹ്മത്തിലേക്ക് സഞ്ചരിക്കുന്ന. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാൻ. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ. ഇത് ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ. ഭഗവാനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ. ഈ 3 കൂട്ടരുടെ അനുഗ്രഹം വേണം. എന്തിന്?
ഹരിനാമ കീർത്തനമിതുര ചെയ്വതിന്നു ഗുരു അരുളാല ദേവകളും അരുൾ ചെയ്ക ഭൂസുരരും. അപ്പൊ ഗുരുവിൻ്റെ വേണം, ദേവന്മാരുടെ വേണം, സജ്ജനങ്ങളുടെ വേണം, അറിവുള്ളവരുടെ വേണം. ഇത്രയും അനുഗ്രഹം എനിക്ക് ഉണ്ടാകണം എന്ന്. ഇപ്പോഴും നമ്മൾ എവിടെ എത്തിയിട്ടില്ല? കീർത്തനത്തിലേക്കൊന്നും എത്തിയിട്ടില്ല. അപ്പം ആദ്യത്തെ 4 വന്ദന ശ്ലോകങ്ങൾ. പിന്നീട് എവിടെ എത്തി? ഇപ്പം ക്രമത്തിൽ കയറി. ഏതാ ക്രമം? ഹരിശ്രീ ഗണപതി എന്നുള്ള ക്രമത്തിലായി. ഇപ്പം നമ്മൾ ഹരിനാമകീർത്തനം. അതിൽ ആദ്യം എന്താ പറഞ്ഞത്? ഹരി, അടുത്ത ശ്രീയാവും. ഇത് എന്തിനങ്ങനെയൊക്കെ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചെന്ന്? ഓർമ്മിക്കാൻ എളുപ്പത്തിനാണ് അല്ലേ? നമുക്ക് ഓർമ്മിക്കാൻ. ഇനി മറക്കുമോ? ഇത് കുറച്ചൊരു താല്പര്യമുള്ള ആളാണെന്ന് വിചാരിക്കുക. അപ്പം എന്താവും? മറക്കില്ല. ഈ ഒരു അക്ഷരം കിട്ടുമ്പോഴേക്കും അതിൻ്റെ ശ്ലോകം ഇങ്ങനെ ഓർമ്മ വരും. ഓരോരുത്തർക്കും ഓരോരോ താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ നമുക്ക് ചില സിനിമാ നടന്മാരുടെയൊക്കെ പേര് കേൾക്കുമ്പോഴേക്കും 2 കൊല്ലം മുമ്പത്തെ അയാളുടെ ഭാര്യ ആരാ, ഇപ്പോഴത്തെ അയാളുടെ ഭാര്യ ആരാ, ഇനി ആരാവാൻ പോകണം, ഇതിലേറെ ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്ക് അറിയില്ലേ? എന്താ വേണ്ടുള്ളൂ? പേര് കേട്ടാൽ മതി. അതുപോലെ ഹരി എന്ന് കേൾക്കുമ്പോഴേക്ക് എന്തോ ഓർമ്മ വരണം? ഹരിനാമ കീർത്തനമിതുര ചെയ്വതിന്നു ഗുരുവരുളാല ദേവകളും അരുൾ ചെയ്ക ഭൂസുരരും. ഇത് എപ്പോ വേണം? തിരുവില്ലാമലയിൽ പോയിട്ടാണോ? എപ്പോ വേണം? നരനായി ജനിച്ചു ഭുവി. എന്താ അടുത്തെന്ന്? മരണം ഭവിച്ചളവും ഉര ചെയ്വതിന്നരുക നാരായണായ നമ. ഞാനിവിടെ ആരായിട്ട് ജനിച്ചു കഴിഞ്ഞു? നരനായിട്ട് ജനിച്ചു കഴിഞ്ഞു. അപ്പം ഇവിടുന്ന് എനിക്കൊരു കാര്യം ഉറപ്പായി. ഇവിടെ ജനിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം ഉറപ്പായി. ഏതാ ഉറപ്പായത്? മരണം ഉറപ്പായി. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയമേ എനിക്കുള്ളൂ. ഞാനിപ്പോൾ ഭൂമിയിൽ നരനായി ജനിച്ചു ഭൂമി, മരണം ഭവിപ്പളവ്. മരണത്തിൻ്റെ ഇടയിൽ മരണം ഭവിക്കുന്നുള്ളത് ഉറപ്പാണ്. അതിനിടയിൽ എനിക്കിത് ചൊല്ലിയിട്ട് അല്ലേ? നമ്മുടെ എല്ലാ കാര്യവും എവിടുന്നാണ് പറഞ്ഞത്? ഇവിടുന്ന് വേണം അല്ലേ? ഇഹ എന്ന് പറഞ്ഞു ആദ്യം തന്നെ. എവിടെയെങ്കിലും വെച്ചിട്ടല്ല, നമ്മൾ മുക്തരാവണം. മുക്തി കിട്ടണം നമുക്ക്. ഇത് അടുത്ത അതാ പറയാം. അടുത്ത ശ്ലോകത്തിൻ്റെ അതാണ്. ശ്രീയിൽ പറയും, മുക്തിയെ കുറിച്ചിട്ട് പറയും. അടുത്ത വരിയിൽ പറയും, അടുത്ത ശ്ലോകത്തിൽ പറയും. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? നരനായി ജനിച്ചു ഭൂമി, മരണം ഭവിപ്പളവിൻ്റെ ഇടയിൽ അതിനിടയിൽ എന്ത് വേണം? ഉര ചെയ്വതിന്, ഇത് പാടുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് സാധിക്കണേ എന്ന് പറയണം. അല്ലെങ്കിൽ എൻ്റെ ഗതി എന്താകുമെന്നറിയോ? ആ കുഴപ്പമാണ്. ഒരുപാട് ജന്മങ്ങളെടുത്തിട്ട് എത്ര ജന്മം കഴിഞ്ഞാലും രക്ഷയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക്, മുക്തി കിട്ടാത്തൊരവസ്ഥയിലേക്ക് ഞാൻ മാറും. അങ്ങനെ ആവരുതേ എന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ശ്രീ എന്നുള്ള ശ്ലോകമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഇങ്ങനെ ആവരുത്. എങ്ങനെ? ജന്മങ്ങളും പല കഴിഞ്ഞാലുമില്ലവധി. ഒരുപാട് ജന്മങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ടായിരിക്കും. പക്ഷേ എനിക്ക് ജനനാന്ത്യേ ന മുക്തിഗതി. ജനനാന്ത്യത്തിൽ എന്ന് പറഞ്ഞ നെഗറ്റീവ് അർത്ഥം. നോ, മുക്തിയില്ലാത്തൊരവസ്ഥയിലേക്ക് എനിക്ക് എന്നെ എത്തിക്കരുതേ ഭഗവാനെ. അങ്ങയെ സംബന്ധിച്ചിട്ട് ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി. ശ്രീ എന്ന് പറഞ്ഞാൽ 24 അർത്ഥങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഹരിനാമകീർത്തനത്തിൻ്റെ ഒരു വ്യാഖ്യാനത്തിൽ പറയുന്നത് ശ്രീക്ക് 24 അർത്ഥം ഉണ്ടെന്നാണ് പറയുന്നത്. കുറേ ഉണ്ട്. ഐശ്വര്യം, ലക്ഷ്മി ദേവിയെ ശ്രീ എന്ന് പറയും. പിന്നെ ബഹുമാനിക്കപ്പെടേണ്ട ആൾക്കാരെ ശ്രീ എന്ന് പറയും. മാന്യശ്രീ, ചില ശ്രീയൊക്കെ കൂട്ടിയിട്ട് കണ്ടിട്ടുണ്ട്. ബഹുമാന്യശ്രീ എന്താ? അങ്ങനെ ബുദ്ധി എന്നർത്ഥമുണ്ട്, ഐശ്വര്യം എന്നർത്ഥമുണ്ട്, സരസ്വതി എന്നർത്ഥമുണ്ട്, മായ എന്നർത്ഥമുണ്ട്. അത്ര പിന്നെ ആദി മാതാവ് എന്ന് അർത്ഥമുണ്ട്. ശ്രീ മഹാരാജ്ഞി, ശ്രീമാത, ശ്രീ മഹാരാജ്ഞി, ശ്രീമദ് സിംഹാസനേശ്വരി.
പിന്നെ ഈ സംഖ്യാക്രമത്തിൽ 18 എന്നാണ് അത്ര ശ്രീയുടെ അർത്ഥം. സംഖ്യയുടെ ക്രമത്തിൽ 18 എന്ന്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഹരിശ്രീ ഗണപതയെ മൊത്തത്തിൽ എത്ര സംഖ്യ? 51. അപ്പോൾ ഇവിടെ ശ്രീ എന്നുള്ളതിന് അതിന് കടപയാതി സംഖ്യ എന്നാണ് പറയുക ഈ ക്രമത്തിൽ. നാരായണീയത്തിൻ്റെയൊക്കെ അവസാനം പറഞ്ഞിട്ടുണ്ടല്ലോ, അവസാനത്തെ ഭാഗത്ത് എന്താ പറയുക, ആ ഒരു കാലത്തിനെ കുറിച്ചൊക്കെയുള്ള ഒരു സൂചനയൊക്കെ ഉണ്ടെന്ന് പറയും. ദ്വേത നാരായണീയം ശ്രുതിഷുച്ച ജനുഷ. അപ്പോൾ അവിടെയൊക്കെ ഈ സംഖ്യകളെ കുറിച്ചിട്ടും കൂടി അവിടെയൊക്കെ മനസ്സിലാക്കണം എന്ന് പറയും. അപ്പോൾ അങ്ങനെ 18 പറഞ്ഞാൽ എന്തായി? നമുക്ക് 18 പുരാണങ്ങളുണ്ട്. അപ്പോൾ ഇതിലൂടെ പറയാൻ പോണത് എന്താണ്? 18 പുരാണങ്ങളിലൂടെ പറഞ്ഞ കാര്യങ്ങളുടെ തത്വം കൂടി ഇതിൽ പറയുന്നുണ്ട്. അങ്ങനെ എത്രയെത്ര ഭാവത്തിൽ വേണമെങ്കിലും നമുക്കതിനെ മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ആ ശ്രീമൂലമായിട്ടുള്ള ആ പ്രകൃതിയിൽ അതിൽ ആരംഭിച്ചിട്ട് എന്താ നമ്മുടെ ആ ജീവിതത്തിൻ്റെ ഒരു യാത്രയെ കുറിച്ചിട്ട് പറയണേ. ഇങ്ങനെ പോയിട്ട് ജനന അന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി, ജനന അന്ത്യത്തോളം അവസാനിക്കുന്നത് വരെ ഈ മായയിൽപ്പെട്ടിട്ട് എന്താണ് യഥാർത്ഥം എന്ന് അറിയാതെ, ഈശ്വര വിചാരമില്ലാതെ, കണ്ടതിനെയൊക്കെ സത്യമാണെന്നും വിചാരിച്ചുകൊണ്ട് അതിൻ്റെ പിന്നാലെ നടന്നിട്ട് എത്ര ജന്മം കഴിഞ്ഞാലും എനിക്ക് എന്ത് വരുന്നില്ല, മുക്തനാവാൻ സാധിക്കുന്നില്ല എന്ന് പറയണം. അപ്പം അതിന് ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനന അന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി, ജന്മങ്ങളും പല കഴിഞ്ഞാലും ഇല്ലവധി. ആദ്യം പറഞ്ഞ എന്താ? ജനന അന്ത്യേ ന മുക്തിഗതി. അവസാനം നമ്മൾക്കത് ജനന അന്ത്യേന മുക്തിഗതി എന്ന് നമുക്ക് ആക്കണം എന്നുള്ള രീതിയിൽ അതിനെ പറയും. ശ്രീമൂലമായ പ്രകൃതിങ്കൽ തുടങ്ങി ജനന അന്ത്യത്തോളം പരമഹാമായ തൻ്റെ ഗതി, ജന്മങ്ങളും പല കഴിഞ്ഞാലും ഇല്ല അവധി, കർമ്മത്തിനും പരമ നാരായണായ നമ. അപ്പം ഈ ഒരു രൂപത്തിൽ എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് ഈ ജന്മത്തിൽ തന്നെ എന്നെ രക്ഷപ്പെടുത്തണേ എന്നുള്ളൊരു പ്രാർത്ഥനയായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക? പല ജന്മങ്ങൾ അങ്ങനെ നടന്ന് പോയിട്ട് ഭഗവാന്റെ കാര്യങ്ങൾ അറിയാതെ എൻ്റെ ജീവിതത്തിനെ വേസ്റ്റാക്കാനുള്ള ഇട വരുത്തരുത് എന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. അടുത്തത് എന്താ? ശ്രീമൂലമായിട്ട് പറഞ്ഞു. അടുത്തത് ഇവിടുത്തെ ഒരു അവസ്ഥ പറയാണ്. ഇപ്പോൾ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും ഉദകപ്പോള പോലെ ജനന അന്ത്യേന നിത്യഗതി. അതിനെ മുക്തിഗതി എന്ന് പറയും. നിത്യഗതി, അതിനും ഒരു വഴിയുണ്ട്. എന്താണത്? അതാണ് ഇങ്ങോട്ട് വന്നിട്ട് നമ്മുടെ അടുത്തേക്ക് എത്തി. അതിനുള്ള വഴിയാണ് അടുത്ത ഭാഗത്തിൽ പറയുന്നത്. ഇപ്പം നമ്മുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്താ? ജനിക്കുക മരിക്കുക അങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? അത് പറയാണ് അടുത്ത ശ്ലോകത്തിൽ. അപ്പോൾ ഒന്ന് രക്ഷപ്പെടാനുള്ള വഴിയിലേക്ക് ഇപ്പോൾ നമ്മുടെ അടുത്തേക്ക് എത്തുകയാണ്. കുറച്ചും കൂടി സിമ്പിളായിട്ട് വരികയാണ്. ഇവിടെ നമ്മുടെ അവസ്ഥ എന്താ? ഗർഭസ്ഥനായി ഭൂവി ജനിച്ചും മരിച്ചും വട്ടം കറങ്ങാണ്. ശങ്കരാചാര്യ പറയും പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനീ ജഠരേ ശയനം. അപ്പോൾ അമ്മയുടെ ഗർഭത്തിലിരുന്നിട്ട് ജനിച്ചിട്ടും പിന്നീട് മരിച്ചിട്ടും ജീവിതത്തിനെ അവിടെ പറയണം ഉദകപ്പോള പോലെ, വെള്ളത്തിലെ കുമിള പോലെ. എപ്പോഴത് പൊട്ടുകയെന്നറിയില്ല. നമ്മളുടെ എപ്പോഴാണ് നമുക്ക് മരണം സംഭവിക്കുക എന്ന് അറിയില്ല എന്ന് പറയുകയാണ്. എന്നാൽ ഇതിന് കാരണം എന്താ? കർമ്മബന്ധം കൊണ്ടാണ് നമ്മൾ ഈ ജന്മം സ്വീകരിക്കുന്നത്. കർമ്മവാസനകളെ കൊണ്ടാണ്, കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് മൂലപ്രകൃതിയിൽ നിന്ന് തുടങ്ങിയിട്ട് നാരായണനിൽ അവസാനിപ്പിക്കുന്ന രീതിയിൽ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു. ഇപ്പോൾ പറയണം ആ നാരായണനെ ആശ്രയിക്കാനുള്ള അവസ്ഥയും എങ്ങനെ ആശ്രയിക്കാമെന്നാണ് അടുത്ത് പറയുന്നത്. അപ്പോൾ ഇവിടെ എൻ്റെ ജന്മം ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്താ കാരണം? എൻ്റെ കർമ്മഫലമാണ്. അതെന്താ? നമ്മളൊരു ജന്മം കിട്ടുമ്പോൾ പല കർമ്മങ്ങൾ ചെയ്യണം. ആ കർമ്മം ചെയ്യുമ്പോൾ ഈശ്വരീയമല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വാർത്ഥതയോട് കൂടിയിട്ടൊക്കെ കർമ്മം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? പാപങ്ങൾ വരും.
ഈ പാപം അനുഭവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് എന്ത് വേണ്ടി വരും? ഇനിയും ജന്മങ്ങൾ എടുക്കേണ്ടി വരും. കർമ്മ സിദ്ധാന്തമാണ് നമ്മുടെ, അതിലാണ് നമ്മുടെ രാമായണത്തിൽ പറയുന്നത്, താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരും. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉള്ള സമയത്തൊക്കെ നാട്ടുകാരെ ദ്രോഹിച്ചിട്ട് പെട്ടെന്ന് മരിച്ചുപോയി എന്ന് വിചാരിക്കുക, അവിടെ അവസാനിച്ചിട്ടില്ല എൻ്റെ കാര്യം. ഈ ചെയ്ത നാട്ടുകാരെ ദ്രോഹിച്ചതിൻ്റെയൊക്കെ ശിഷ്ടം പാപം ഞാൻ എന്ത് വേണ്ടി വരും? അനുഭവിക്കേണ്ടി വരും. അപ്പം അതിന് അനുസരിച്ച ജന്മം അടുത്തത് കിട്ടും, അതിനനുസരിച്ച ജന്മം കിട്ടുക. അങ്ങനെ എന്ത് ചെയ്യുന്നു? വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട്. ഈ മരണത്തിന് അവസാനത്തെ മരണമാക്കണം, അങ്ങോട്ടൊക്കെയാണ് അത് പോവുക, അമൃതത്വത്തിലേക്ക് എത്തിക്കണം, അങ്ങനെയൊക്കെ പോവുക. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? ഞാനിവിടെ ഗർഭസ്ഥനായി പോയി ജനിച്ചും മരിച്ചും ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഉദകപ്പോള പോലെയാണ്, വെള്ളത്തിലെ കുമിള പോലെയാണ്. ഇപ്പോൾ എനിക്ക് ജനനാന്ത്യന മുക്തിഗതി ഇല്ല, നിത്യഗതി ഇല്ല. അല്ലെങ്കിൽ ഇവിടെ നിത്യഗതി പറഞ്ഞാൽ നിത്യമായിട്ടുള്ള ആ അമൃതത്വത്തിലേക്കുള്ള വഴി, മുക്തിഗതി പറഞ്ഞാലും അതിന് മുക്തനായിട്ടുള്ള ആ വഴി. ആ നിത്യഗതി എനിക്കിപ്പോൾ എത്താൻ സാധിക്കുന്നില്ല. അതെത്തണം, ജനനാന്ത്യത്തിലെങ്കിലും അത് എത്തണം. അതിനെന്താ വഴി? അതിനുള്ള വഴിയാണ് ത്വദ്ഭക്തി വർദ്ധനമുദിക്കേണമെൻ മനസ്സി നിത്യം തൊഴായി വരിക നാരായണായ നമഃ. ഇപ്പോഴാണ് നമ്മുടെ അടുത്തേക്ക് ഇങ്ങോട്ട് കുറച്ചും കൂടി ഇനിയാണ് കുറേശ്ശെ ഇപ്പം ഇങ്ങനെ ഇറങ്ങി വരികയാണ്. ഇതിനുള്ള വഴി എന്താ? ത്വദ്ഭക്തി വർദ്ധനം ഉദിക്കണം, അങ്ങയിലുള്ള ഭക്തി വർദ്ധിക്കണം. ആരിലുള്ള ഭക്തി? ഭഗവാനുള്ള ഭക്തി വർദ്ധിക്കണം. അതിനെന്താ വഴി? വെറുതെ പറഞ്ഞാൽ മതിയോ? അതിനുള്ളൊരു വഴിയുണ്ട്. നിത്യം തൊഴായി വരിക നാരായണായ നമഃ. അതിന് ചില അനുഷ്ഠാനങ്ങൾ വേണം. തൊഴുക, നമസ്കരിക്കുക, കീർത്തിക്കുക, ഇങ്ങനെ കുറച്ച് അനുഷ്ഠാനങ്ങൾ വേണം. അതെപ്പോൾ വേണം? എന്ന് വേണം? ചൊവ്വാഴ്ച മാത്രം മതിയോ? അല്ലെങ്കിൽ കർക്കിടക മാസത്തിൽ മാത്രം മതിയോ? അതിൻ്റെ ഇടയിൽ ഒരു വാക്ക് ഉൾപ്പെടുത്തി. അല്ലെങ്കിൽ വൃശ്ചിക മാസത്തിൽ മാത്രം മതിയോ? അതിൻ്റെ ഇടയിൽ ഒരു വാക്കുണ്ട്, നിത്യം. എന്താ നിത്യം എന്ന് പറഞ്ഞാൽ? ദിവസവും. ഇവിടെയൊക്കെ അങ്ങനെ പറയും. നമ്മുടെ ഈശ്വരാരാധനയ്ക്ക് എന്തില്ല? സീസണില്ല. നമ്മൾ സീസണലല്ല. തിങ്കളാഴ്ച പരമേശ്വരൻ, ചൊവ്വാഴ്ച ഭഗവതി. നമുക്ക് there is no holiday. നമുക്ക് എന്തില്ല? ഹോളിഡേ ഇല്ല. ബുധനാഴ്ച അയ്യപ്പൻ, വ്യാഴാഴ്ച ആകുമ്പോഴേക്കും മഹാവിഷ്ണു, വെള്ളിയാഴ്ച ആകുമ്പോഴേക്കും നമുക്ക് എന്തില്ല? ഇത് നിത്യമാണ്. എന്തത് നിത്യമാണെന്ന് പറയാൻ കാരണം നമ്മുടെ മനസ്സിനെയാണ് നമ്മൾ ഒതുക്കിയിട്ട് ഭഗവാനിലേക്ക് മാറ്റുന്നത്. ഈ മനസ്സ് അത്ര എളുപ്പമല്ല, മനസ്സിനെ ഒതുക്കൽ. ഇപ്പോൾ നോക്കും, ഇപ്പം തന്നെ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആൾക്കാരിൽ ഒരു 30 ആളുണ്ടെന്ന് വിചാരിക്കുക. 30 ആൾ ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നുണ്ടെങ്കിലും മനസ്സ് പടയ്ക്കാവില്ല. ഇയാളെപ്പോഴാണ് നിർത്തുക? പോയിട്ട് എന്തൊക്കെ ചെയ്യാണ്ട് അല്ലേ? ഏതൊക്കെ സീരിയൽ കാണാണ്ട്? സീരിയലൊക്കെ കാണണം, അതൊന്നും തെറ്റൊന്നുമല്ല. ലോകത്തിൽ എന്താ നടക്കണമെന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ എന്താ, ഇങ്ങനെ പല സ്ഥലത്താണ് നമ്മുടെ മനസ്സ്. ഈ മനസ്സ് ചിലപ്പോൾ ഒക്കെ കുറച്ച് നേരമൊക്കെ ശരിയായിട്ടിരിക്കും, പിന്നെ എന്ത് പറ്റും? ഇളക്കം പറ്റും. ആദ്യം പഴയ അവസ്ഥയ്ക്ക് പോകും. അപ്പോൾ അതിനെന്ത് വേണം? ഉപാസന വേണം. ഈ ഉപാസന എപ്പോൾ വേണം? നിത്യവും വേണം. നിത്യം ഇല്ലെങ്കിൽ എന്താ കുഴപ്പം? എപ്പോഴാണ് മനസ്സ് ഒരു നിമിഷ നേരം കൊണ്ടൊക്കെ പല കാര്യങ്ങളും നമ്മൾ തെറ്റിലൊക്കെ ചെന്നിട്ട് വീഴാറുണ്ട്. പേപ്പറൊക്കെ വായിക്കുമ്പോൾ കാണാം, വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരൊക്കെ കൈക്കൂലി കേസിൽ പിടിച്ചു. എന്ത് കേസിൽ? കൈക്കൂലി കേസിൽ. ശമ്പളം 1,00,000 അടുത്ത് ശമ്പളം മേടിക്കുന്ന ആളാണ്. കൈക്കൂലി എത്രയും മേടിച്ച്? 1000 രൂപ. ഭയങ്കര ശമ്പളം മേടിക്കുന്ന ആൾ ഇപ്പോൾ ഈ 1000 രൂപ 500-ൻ്റെ, ഇപ്പോൾ 1000-ൻ്റെ ഒറ്റ നോട്ടില്ലല്ലോ, 500-ൻ്റെ 2 നോട്ടുകൾ കണ്ടപ്പോഴേക്കും മനസ്സ് മാറി. മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. പെട്ടെന്ന് അതെങ്ങനെ അവനവൻ്റെ കയ്യിലേക്ക് എത്തുക, ഒരു 1000 ഉറുപ്പ്യയും കൂടി എങ്ങനെ അവനവൻ്റെ പോക്കറ്റിലേക്ക് എത്തുക എന്ന് ചിന്തിച്ചിട്ട് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ കോഴിക്കോട് ഇരുന്ന് സർക്കാർ ചിലവിൽ ഭക്ഷണം കഴിക്കുന്നുണ്ട് അല്ലേ? എന്താ? വിജിലൻസിൻ്റെ ജയിലില്ല, അവിടെ കിടക്കണം. എന്താ കാരണം? ഈ മനസ്സ് എപ്പോഴാണ് ഇളകുകയെന്ന് പറയാൻ പറ്റില്ല. അപ്പം മനസ്സിനെ ഉറപ്പിക്കാൻ എന്ത് വേണം? തൊഴായി വരിക, ഉപാസനകൾ വേണം. അതെപ്പോൾ വേണം? എന്നെങ്കിലും മതിയോ? എന്തുകൊണ്ട് എന്നെങ്കിലും മതി എന്ന് പറയാത്തത് എന്താ? എപ്പോഴാണ് നമ്മൾ പിന്നാക്കം പോവുകയെന്ന് പറയാൻ പറ്റില്ല അല്ലേ? അമ്പലങ്ങളിലൊക്കെ സപ്താഹത്തിനൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം കാണാം. നല്ല ഭംഗിയായിട്ട് മിണ്ടാതിരുന്നിട്ട് എന്താ ഗോവിന്ദാഹരിയൊക്കെ നന്നായിട്ട് പാടിയിട്ട് അല്ലേ? അങ്ങനെയൊക്കെയാണല്ലോ ഇപ്പോൾ. അല്ലെന്ന് ആ ഒന്നാമത്തെ പന്തി ഇങ്ങോട്ട് വരുമ്പോൾ കാണാം ഒരു പരാക്രമം.
എന്താ രണ്ടാമത്തെ പന്തിയാകുമ്പോഴേക്ക് എന്താ ലോകം അവസാനിക്കുമോ? കല്യാണത്തിന് എന്താ കണ്ടിട്ടില്ലേ? കല്യാണ സദ്യക്കൊക്കെ പോയി കഴിഞ്ഞാൽ എന്താ ലോകം അവസാനിക്കുമോ? ഇല്ല. എന്താ? മനസ്സിനെ ഇളക്കം വരികയാണ്. അപ്പോൾ മനസ്സിനെ നിയന്ത്രിക്കാൻ എന്ത് വേണം? ഉപാസനകൾ വേണം, അനുഷ്ഠാനം വേണം. അത് തൊഴുകൽ മാത്രമല്ല, ശ്രവണം, കീർത്തനം, കേൾക്കലും കീർത്തിക്കലും ഒക്കെ വേണം. അതെപ്പോൾ വേണം? എപ്പോഴും വേണം. മനസ്സിനെ ഒരിക്കലും, ഭഗവത്ഗീതയിൽ പറയും, ചഞ്ചലം മനഃകൃഷ്ണ, മനസ്സ് ഇളകാണ്. ശങ്കരാചാര്യർ പറയും, എൻ്റെ മനസ്സ് കുരങ്ങനെ പോലെ ചാടിക്കൊണ്ടിരിക്കുകയാണെന്നാണ്. അങ്ങനെ എപ്പോഴും പല രീതിയിൽ ഇളക്കം സംഭവിക്കുന്ന, ഇല്ലെങ്കിൽ മാറ്റം വരുന്നതാണ് മനസ്സ്, ചാടിക്കൊണ്ടിരിക്കുന്നതാണ് മനസ്സ് എന്ന് പറയണം. അതിനെ എന്ത് വേണം? അതിനെ ഉറപ്പിച്ചു നിർത്തിയിട്ട് അങ്ങയിലേക്ക് ഉറപ്പിച്ചു നിർത്തണമെങ്കിൽ എന്ത് വേണം? നിത്യവും ഉപാസന വേണം. അതിന് അങ്ങയുടെ എല്ലാ ശ്ലോകത്തിൻ്റെ അവസാനം എന്താ? നാരായണായ നമഃ. ഞാനിതാ നാരായണനായിട്ടുള്ള അങ്ങയെ നമസ്കരിക്കുന്നു. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ? ജനിച്ചും മരിച്ചും ഞാനിവിടെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ജന്മം കൊണ്ടെങ്കിലും എനിക്ക് ജനനാന്ത്യേന എനിക്ക് എന്ത് വേണം? എന്നെ ഒന്ന് രക്ഷപ്പെടുത്തണം. അല്ലാതെ ജനനാന്ത്യേ നിത്യഗതി ആവരുത്. ഈ ജനനാന്ത്യത്തിൽ നിത്യഗതി ഇല്ലാത്തവനായിട്ട് തന്നെ മാറ്റരുത് എന്ന് പറയണം. അതാണ്. അപ്പോഴേക്ക് എവിടെ എത്തി? ഇപ്പോൾ ശ്ലോകം ക്രമം എവിടെ എത്തി? ഹരി ശ്രീ ഗായിലെത്തി. അപ്പോൾ എന്താ അത്? ഗർഭസ്ഥനായി ഭുവി ജനിച്ചും മരിച്ചും. ചൊല്ലിക്കോളൂ. അതിന് അങ്ങയെ തൊഴുകാൻ എനിക്ക് സാധിക്കണം. അങ്ങ് ആരാണ്? അതാണ്. ഇപ്പോൾ എൻ്റെ മനസ്സിൽ കളിപ്പന്തലിട്ടിട്ട് വിളയാടിക്കൊണ്ടിരിക്കുന്നത് അങ്ങല്ല, വേറെ കുറേ സാധനങ്ങളാണ്. അങ്ങനെയുള്ള എൻ്റെ മനസ്സിൽ അങ്ങ് വന്ന് താമസിക്കണം. അതാണ് അവസാനത്തെ 2 വരി. എന്താ അവസാനത്തെ 2 വരി? ആരാ വന്ന് താമസിക്കേണ്ടത്? ചിത്തത്തിലച്യുത കളിപ്പന്തലിട്ടു വിളയാടിടുകൻ മനസ്സി നാരായണായ നമ. ഇതാണ് അതിൻ്റെ വഴി. ഇപ്പം എൻ്റെ മനസ്സിൽ കാമം, ക്രോധം, മോദം, മോഹം, മത്സര്യം, കുറച്ച് കഴിഞ്ഞാൽ ഷാ എന്നുള്ള അക്ഷരത്തിന് കുറച്ച് കഴിഞ്ഞാൽ പറയും, ഷഡ്വൈരികൾക്കു വിളയാട്ടത്തിനാക്കരുതു ചിത്തംബുജം. ഈ 6 ആളാണ് അപ്പം എൻ്റെ മനസ്സിൽ കിടന്നിട്ട് കളിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ? കാമം, നമ്മുടെ ലെവല് വിട്ടിട്ടുള്ള ആഗ്രഹങ്ങൾ, അത് സാധിച്ചിട്ടില്ലെങ്കിലാണ് അടുത്ത ആൾ വരിക. ആര്? ക്രോധം. ഇവരൊക്കെ സഹോദരന്മാരാണ്, ബ്രദേഴ്സാണ്. അപ്പോൾ ഇവരൊക്കെയാണ് ഇപ്പോൾ എൻ്റെ മനസ്സിൽ. പക്ഷെ എൻ്റെ മനസ്സ് ആര് കളിയാടുന്ന സ്ഥലമാക്കി മാറ്റണം? നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ. അല്ലേ? അത് ആദ്യം പറഞ്ഞ അതാണ്. നത്താരിൽ മാനിനി മണാളൻ. മണാളൻ പറഞ്ഞാൽ മണവാളൻ തന്നെയാണ്, ഭർത്താവ്. ആരുടെ? മാനിനിയുടെ, മാനിക്കപ്പെടേണ്ടവളുടെ. നത്താര് എന്ന് പറഞ്ഞാൽ പൂവ് തന്നെയാണ്. താര് അല്ലേ? താര് പറഞ്ഞാൽ എന്താ? പൂവ് തന്നെയാണ്, താമരപ്പൂവ്. താരും തളിരും മിഴികൂപ്പി താഴെ അല്ലേ? ഇന്നൊക്കെ പോയ വാക്കുകൾ തന്നെ. സിനിമാ പാട്ടൊക്കെ കേട്ടിട്ടില്ലേ? താരും തളിരും. താരെന്ന് പറഞ്ഞാൽ എന്താണ്? പൂവ് തന്നെയാണ്. ഇവിടെ താമരപ്പൂവ്. നത്താര് എന്ന് പറഞ്ഞാൽ താമര. താമരപ്പൂവിലാണ് ആരിയ്ക്കുന്നത്? ഐശ്വര്യത്തിൻ്റെ അധിപതിയായിരിക്കുന്ന ലക്ഷ്മി ദേവി ഇരിക്കുന്നത്. ആ ലക്ഷ്മി ദേവിയുടെ മണവാളനാണ് ആര്? അങ്ങ്. കുറച്ച് കാവ്യഭാഷയിൽ പറയണേ. നത്താരിൽ മാനിനി മണാളൻ.
അങ്ങനെ മാനിക്കപ്പെടേണ്ട ലക്ഷ്മി ദേവിയുടെ മണവാളനായിട്ടുള്ള ആര്? ഭഗവാൻ. അങ്ങയെ കുറിച്ചിട്ട് പറയണം, ലക്ഷ്മി ദേവിയുടെ ഭർത്താവ്. അങ്ങ് ആരാണ്? പുരാണ പുരുഷൻ. പുരാണം എന്ന് പറഞ്ഞാൽ ഏറ്റവും പണ്ടുള്ളതെന്ന് അർത്ഥമുണ്ട്, എന്നാൽ പുതിയതെന്ന് അർത്ഥമുണ്ട്. പുരാണ പുരുഷൻ. അപ്പോൾ അങ്ങ് പുരാണ പുരുഷനാണ്. പിന്നെയോ മാനിനിയുടെ മണവാളനാണ്. അങ്ങ് അനന്തനാണ്. എന്താ അനന്തൻ? അറ്റമില്ലാത്തവനാണ്, തുടക്കമില്ലാത്തവനാണ്. ആകാശത്തിനേക്ക് നമ്മൾ പറയില്ലേ അനന്തം, എന്താ തുടക്കം എവിടെയെന്ന് അറിയില്ല, അവസാനം എവിടെയെന്ന് അറിയില്ല. അങ്ങ് അനന്തനാണ്. പിന്നെ അങ്ങ് ആരാണ്? ഭക്ത വത്സലനാണ്. എന്താ ഭക്തവത്സലൻ? ഭക്തന്മാരെ വാത്സല്യത്തോടുകൂടി രക്ഷിക്കുന്നവനാണ്, മാതൃവാത്സല്യത്തോടു കൂടിയിട്ട്. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ. പുരുഷൻ പറഞ്ഞാൽ മെയിൽ ഫീമെയിലിലെ മെയിലല്ല. പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ശരീരത്തിലും അതിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് അവയെ പ്രവർത്തിപ്പിക്കുന്ന ചൈതന്യത്തിനാണ് പുരുഷൻ എന്ന് പറയുക. വാക്കുകൾക്കൊക്കെ അർത്ഥങ്ങൾ ഒരുപാടുണ്ട്. അതാണ് കുന്തിസ്തുതിയിലൊക്കെ എന്താ പറയുക? നമസ്യേ പുരുഷം ത്വാദ്യം ഈശ്വരം പ്രകൃതേ പരം. അങ്ങ് ആരാണ്? പുരുഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിലിരുന്നു കൊണ്ട് അവയെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയാണെന്ന്. പിന്നെയോ നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ. ഭക്തന്മാരോട് വാത്സല്യ സ്വഭാവമുള്ളവൻ. അനന്തൻ, തുടക്കമോ അവസാനമോ എന്തെന്നറിയാത്ത, അത് കൃത്യമായിട്ട് പറയാൻ സാധിക്കാത്ത അങ്ങ് എവിടെ വന്ന് കളിയാടണം? എൻ്റെ മനസ്സിൽ വന്നിട്ട് കളിയാടണം. ഇല്ലെങ്കിൽ ആര് കളിയാടും? ആര് കളിയാടും? ഭഗവാൻ വന്നിരുന്നിട്ടില്ലെങ്കിൽ ആര് വരും? കാമം, ക്രോധം, മതം, മോഹം, ഒരു 6 പേരെയാണ് പറയുക. പ്രധാനമായിട്ട് 6 പേരെ പറയുക അല്ലേ? അപ്പോൾ അവർ വരും. അതുകൊണ്ട് അവർ വരാതെ അവരുടെ കാര്യം കുറച്ച് കഴിഞ്ഞാൽ ശത്രുക്കളെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളിൽ അതൊക്കെ പറയുള്ളൂ. ഇവിടെ പറഞ്ഞത് ഇതൊക്കെ എന്തിനാ? എനിക്ക് ജനനാന്ത്യേന മുക്തിഗതി, ഈ ജനനം കൊണ്ട് തന്നെ നിത്യഗതി ആകുന്നതിന് വേണ്ടിയിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ക്രമത്തിൽ പറയണം. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്താണ്? അല്ലയോ ഭഗവാനെ, അങ്ങ് എവിടെ വന്ന് കളിക്കണം? ചിത്തത്തിൽ, എൻ്റെ മനസ്സിൽ വന്നിട്ട്. കാരണം എന്താ? മനസ്സിനെ നിയന്ത്രിക്കൽ നല്ല ബുദ്ധിമുട്ടാണ്, മനസ്സിനെ ഒതുക്കൽ നല്ല ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അങ്ങ് മനസ്സിൽ വന്നിട്ട് കളിക്കണേ 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 എന്നുള്ള പ്രാർത്ഥനയാണ്. നത്താരിൽ മാനിനി മണാളൻ പുരാണ പുരുഷൻ ഭക്തവത്സലൻ അനന്താതിഹീനനവി ചിത്തത്തിലച്യുതകളിൽ പന്തലിട്ടു വിളയാടിയിടുകൻ മനസ്സിൽ നാരായണായ നമ. ഒന്ന് ചൊല്ലിക്കൊള്ളു. നത്താരിൽ നമ്മുടെയൊക്കെ മനസ്സിൽ ആ ഭഗവാൻ കളിപ്പന്തലിട്ട് വിളയാടട്ടെ. തൽക്കാലം 8:30 മണിയായി. 8:30 മണിക്ക് ഇവിടെ നിർത്തിയാൽ പ്രസാദോട്ടൊക്കെ കഴിഞ്ഞ് ഒരു 9-9 കാലൊക്കെ ആകുമ്പോഴേക്ക് നിങ്ങളൊക്കെ വീട്ടിലെത്തുള്ളൂ. നിങ്ങൾക്ക് എളുപ്പമാണ് വീട്ടിലേക്ക് എത്താൻ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഇപ്പോൾ എത്ര എത്തിയിട്ടേ ഉള്ളൂ? ഇപ്പോൾ എത്ര ശ്ലോകം എത്തി നോക്കൂ? 8 ശ്ലോകം എത്തിയിട്ടേ ഉള്ളൂ. എത്ര എണ്ണുണ്ട്? 66. നമുക്ക് വേണമെങ്കിൽ ആദ്യത്തെയൊക്കെ ശ്ലോകങ്ങൾ പറഞ്ഞു വളരെ നമ്മുടെ ധർമ്മത്തിൻ്റെ ആ കാര്യങ്ങളൊക്കെ വളരെ കാച്ചിക്കുറുക്കിയിട്ട് പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളാണ് ആദ്യത്തെയൊക്കെ കുറച്ച് ശ്ലോകങ്ങൾ. അതൊക്കെ നമ്മൾ വളരെ വേഗമാണ് പറഞ്ഞത്. അപ്പോൾ ഉള്ള സമയം കൊണ്ട് നമുക്കിനി നോക്കാം. അപ്പോൾ നാളെ പറ്റുമെങ്കിൽ നമുക്ക് ദീപാരാധനയ്ക്ക് ശേഷം, ദീപാരാധനയുടെ, ഞാൻ സാധാരണ ഈ പ്രഭാഷണത്തിനൊക്കെ വിളിച്ചാൽ പറയാറുണ്ട്, ദീപാരാധനയുടെ കർപ്പൂരം കിടന്നതിൻ്റെ മുമ്പ് ഇവിടെ തുടങ്ങും. അപ്പോൾ അത്രയും നമുക്ക് നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. ബാക്കി ഭാഗങ്ങൾ നമുക്ക് നാളെ നമുക്ക് നോക്കാം. അപ്പോൾ ഈ പുസ്തകം നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കിട്ടുമെന്ന് നോക്കി. അതിന് 10 രൂപയേ ഉള്ളൂ. പക്ഷെ അത് ഔട്ട് ഓഫ് പ്രിൻ്റാണ്. ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്
ശ്രീരാമകൃഷ്ണ ആശ്രമത്തിൻ്റെയാണ് പുറനാട്ടുകരയിൽ നിന്ന്. ഞാനൊരു 100 കൊണ്ടുവന്നതാണ്. അതിന് 15 രൂപയൊക്കെയാണ് വില. അത് നിങ്ങൾക്കത് തരാം. പക്ഷെ എന്നാരും വീട്ടിൽ കൊണ്ടുപോകണ്ട, ഇന്നത് ഇവിടെ തന്നെ വയ്ക്കുക. കാരണം ഇന്ന് വന്ന് പോയാൽ ചിലപ്പോൾ നാളെ വരുമൊന്നുമില്ല. അപ്പം നാളെയും നാളെയും ഇതെടുത്തിട്ട് വായിക്കുക. മറ്റന്നാൾ എന്ത് ചെയ്യുക, ഇതെടുത്തിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയ 8 ശ്ലോകങ്ങൾ ഒന്നുകൂടി നമുക്ക് ചൊല്ലിയിട്ട് നമുക്ക് സമർപ്പിക്കാം. ചൊല്ലിക്കോളൂ. ഓംകാരമായ പൊരുൾ